Hello. Good evening, everyone. Okay. Audio and video clear and വിശ്വസിക്കുന്നു. Okay. So, my name is Navya sajan. Government Medical College TRIVANDRUM മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ്, നമുക്ക് കുറച്ച് ഡിലേ ആയി. അതുകൊണ്ട് ഇനി ടൈം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത എസ് എ മാരത്തോൺ തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ബയോകെമിസ്ട്രി പേപ്പർ 1ൻ്റെ എസ് എ മാരത്തോൺ ആണ്. ഓക്കെ, ശരി. അപ്പം ഇതാണ് ബയോകെമിസ്ട്രി പേപ്പർ 1ൽ വരുന്ന മേജർ എസ്സേസ്. ഇത്ര ടോപ്പിക്സിൽ നിന്നാണ് യൂഷ്വലി എസ്സേസ് വരാറ്. ഓക്കെ, അപ്പം സമയം കളയുന്നില്ല, നമുക്ക് ഫസ്റ്റ് എസ്സേയിലേക്ക് നടക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സേസ് ഡിഫൈൻ ബീറ്റ ഓക്സിഡേഷൻ. ഓക്കെ, എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻസ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ ഓഫ് പാലമെറ്റിക് ആസിഡ് ആൻഡ് നോട്ട് ഓൺ ഇറ്റ്സ് എനർജറ്റിക്സ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് എസ്സേയിൽ വരുന്ന ടോപ്പിക്സ്. ഓക്കെ, ശരി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡിഫൈൻ ബീറ്റ ഓക്സിഡേഷൻ അല്ലേ? ശരി. ഇനി വാട്ട് ഇസ് ദ ഡെഫിനേഷൻ ഓഫ് ബീറ്റ ഓക്സിഡേഷൻ? അപ്പം ഒരു പ്രോപ്പർ ഒരു പ്രോപ്പർ ഡെഫിനിഷൻ ഓഫ് ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദി കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ് ഓൺ ദി ബീറ്റ കാർബൺ ആറ്റം കോസിങ് സീക്വൻഷ്യൽ റിമൂവൽ ഓഫ് 2 കാർബൺ ഫ്രേഗ്മെൻറ്റ്സ് അഥവാ അസറ്റൈൽ കോയെ. അപ്പം നമ്മൾ ഈ ഒരു എസ്സേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു മാരത്തോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരുമ്പം എങ്ങനെ വൃത്തിക്ക് എഴുതാം, അല്ലെങ്കിൽ വാട്ട് കെൻ യു ഡു ടു ക്യാച്ച് മാക്സിമം സ്കോർസ്. അപ്പോൾ ഇതിൽ നമ്മൾ തിയറി വൈസ് പോകുന്നില്ല, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മിസ് ചെയ്യാൻ പറ്റാത്ത പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകാം നമ്മൾ. ഓക്കെ, അപ്പോൾ ഡെഫിനേഷൻ പറയുമ്പം വൃത്തിക്കൊരു ഹെഡിങ് എഴുതുക, ബീറ്റ ഓക്സിഡേഷൻ, ആൻഡ് ട്രൈ ടു കവർ ദിസ് ഡെഫിനേഷൻ ക്ലിയർലി. Okay, so it's complete oxidation of fatty acids on the beta carbon atom causing sequential removal of 2 carbon atoms which is acetyl CoA. ഇനി നമ്മുടെ എസ്സിൽ അടുത്ത പാർട്ട് എന്താ ചോദിച്ചേക്കുന്നത്? എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻസ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ അല്ലേ? ബയോകെമിസ്ട്രിയിൽ എപ്പോഴും റിയാക്ഷൻ ചോദിച്ചാലും റിമെമ്പർ ടു റൈറ്റ് ആസ് എ ഡയഗ്രാം. കാരണം നമ്മുടെ ഇൻവിജിലേറ്റേഴ്സിന് 100,000 പേപ്പർ കറക്റ്റ് ചെയ്യാനുണ്ട്. സോ ദേ വോണ്ട് ഹാവ് മച്ച് ടൈം ടു സ്പെൻഡ് പെർ പേപ്പർ. അപ്പോൾ വാട്ട് യു നീഡ് ടു ഡു ഇസ് മേക്ക് യുവർ പേപ്പർ വെരി മച്ച് അപ്രോച്ചബിൾ സോ ദാറ്റ് എളുപ്പത്തിൽ കറക്റ്റ് ചെയ്ത് പോകാനും പറ്റും, അവർക്ക് മാർക്ക് ഇട്ട് പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് ദി ഓക്സിഡേറ്റീവ് സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ. ഇതാണ് നമ്മുടെ സൈക്കിൾ ഓഫ് ബീറ്റ ഓക്സിഡേഷൻ. കണ്ടോ, ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡിൻ്റെ സൈക്കിളാണ് ഈ കാണുന്നത്. ഈ ഒരു ഡയഗ്രാം അതേ ഇവിടെ വരച്ച് വയ്ക്കാം. റിമെമ്പർ ടു ഇൻക്ലൂഡ് ഓൾ ദി എൻസൈംസ്. എൻസൈംസിനൊക്കെ ലേബിൾ ഓർക്കുക. റിമെമ്പർ, എൻസൈംസിന് എപ്പോഴും വേറൊരു കളർ പെൻ വെച്ച് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ബൈ ദി എക്സാമിനർ. ദാറ്റ് കൻ ഗിവ് യു മോർ സ്കോർസ്. അപ്പോൾ ഈ ഒരു സൈക്കിൾ ആദ്യം വരച്ച് വെച്ചതിന് ശേഷം മാത്രം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷനിലേക്ക് പോവുക. ഫോർ എക്സാമ്പിൾ, ആക്ടിവേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ്, അതായത് എന്താ, നമ്മുടെ ഫാറ്റി ആസിഡ്സിനെ വിൽ ബി കൺവേർട്ട് ടു ദർ കോഎൻസൈം എ ഫോം ആൻഡ് ദാറ്റ് വിൽ ബി ടേക്കിംഗ് പ്ലേസ് സൈറ്റോപ്ലാസം. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി, ഹെഡിങ് എഴുതി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി പോകാം, ഓൺലി ആഫ്റ്റർ യു ഡ്രോ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ പ്രിപ്പറേറ്റീവ് സ്റ്റെപ്സ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ ആണ് ആദ്യം വന്നത്, വിച്ച് വാസ് ആക്ടിവേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ്. അത് നമ്മുടെ ഫാറ്റി ആസിഡ്സ് നമുക്ക് എന്താണ് അസറ്റൈൽ കോയ ആക്കണം അല്ലേ? ഫാറ്റി ആസിഡ് വിൽ ബി ആക്ടിവേറ്റഡ് ടു ദർ കോഎൻസൈം എ ഡെറിവേറ്റീവ്. ദിസ് ടേക്സ് വിത്ത് സൈറ്റോപ്ലാസം യൂസിങ് ദി എനർജി ഓഫ് ATP. ദിസ് സ്റ്റെപ്പ് വിൽ ബി ക്യാരിഡ് ഔട്ട് ആൻഡ് ആ എൻസൈം ആണ് ആര്? തയോകൈനേസ്. കണ്ടോ, ഫാറ്റി ആസിഡിനെ ഫാറ്റി അസൽ കോവയാക്കി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ATP മോളിക്യൂൾ. ഇത് സൈറ്റോപ്ലാസം എന്ന സംഭവമായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്തു? വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർണിറ്റിൻ ട്രാൻസ്പോർട്ടർ മൈറ്റോകോൺഡ്രിയ ഉള്ളിൽ കയറുന്നു. ബാക്കി റിയാക്ഷൻസ് മൊത്തം നടക്കുന്നത് മൈറ്റോകോൺഡ്രിയക്കുള്ളിലാണ്. Okay, so you have step number 1 by acyl CoA dehydrogenase, where your fatty acyl CoA is becoming alpha beta unsaturated fatty acyl CoA. Then step number 2 with the help of enoyl CoA hydratase, which is being done by beta hydroxy fatty acyl CoA. Then you have beta hydroxy fatty acyl CoA dehydrogenase. അപ്പോൾ എന്താ, ഒരു ഹൈഡ്രോജൻ റിമൂവ് ചെയ്തു, എന്ത് കിട്ടി? ബീറ്റ കീറ്റോ ഫാറ്റി acyl CoA ആയി. പിന്നീട് എന്താ, സ്റ്റെപ്പ് നമ്പർ 4 തയോലേസ് വഴി എന്തായി? യു ആർ അഗെയിൻ റിമൂവിങ് ദ CoA molecule and you are separating acetyl CoA. അപ്പം ഇത് will go and enter a TCA cycle which will then help in bringing out your final oxidative product. അപ്പോൾ നമ്മുടെ ഉദ്ദേശം നമുക്ക് എന്താ വേണ്ടത്? അസറ്റൈൽ കോയ നമുക്ക് വേണം, അസറ്റൈൽ കോയ വേണം. നമുക്ക് കിട്ടിയ ഫാറ്റി ആസിഡ്സിനെ മാക്സിമം ആയിട്ട് ഓക്സിഡൈസ് ചെയ്ത് കൊണ്ടുപോകണം അല്ലേ? അപ്പോൾ യു ഹാവ് ക്ലിയർഡ് ദി ഐഡിയ ഓഫ് സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. പക്ഷേ ഇവിടെ നമ്മൾ എന്താ പറയുക, ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യനിലൊരു ഹിഡൻ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വാസ് ദ റിയാക്ഷൻസ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ ഓഫ് പാലമെറ്റിക് ആസിഡ് ഇൻ ഡീറ്റെയിൽ. പാലമെറ്റിക് ആസിഡിന് പ്രത്യേകം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പലരും വിട്ടുപോകുന്ന സാധനമാണ്, നമ്മുടെ ടെക്സ്റ്റിൽ പാലമെറ്റിക് ആസിഡിനെ സെപ്പറേറ്റ്ലി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് വാട്ട് ദേ ആർ എക്സ്പെക്റ്റിംഗ് യു ടു ബി ആൻസേർഡ് ഇൻ ദി ക്വസ്റ്റ്യൻ. അതായത് ഈ സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞിട്ട് പറയാം, വെൻ യുവർ ഫാറ്റി ആസിഡ് ഇസ് പാൽമിറ്റേറ്റ്, ഇതാണ് നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്ട്സിന് എഴുതുക. ഓക്കെ, ഇത് എൻഡിങ് പോയിൻ്റ് ആയാൽ മാത്രമേ നമുക്ക് കിട്ടുന്ന നമ്മുടെ ആൻസറിന് ഉള്ള പോയിന്റ് കിട്ടും. Okay, and so this is the summary of beta oxidation of palmitic acid. You can see 16 carbon molecule and then it's going to give you 8 molecules of acetyl CoA by undergoing 7 cycles. Okay, ശരി.
അപ്പോൾ ഈ ഒരു സാധനമാണ് ഇതിൻ്റെ ഒരു ട്രിക്ക്. അപ്പോൾ എപ്പോഴും എസ്സേസ് വരുമ്പോഴത്തേക്കും അവർ മാത്സും ഡയറക്റ്റ് ആക്കാതിരിക്കാൻ നോക്കും. കാരണം എസ്സേയിൽ എന്താ പറയുക, അത്ര എളുപ്പമാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ അച്ചീവബിൾ ആയിരിക്കും. അപ്പോൾ എസ്സേയിൽ അറിയാവുന്ന കോൺസെപ്റ്റ് ആയിരിക്കും, പക്ഷെ നമ്മളെ കുരുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കാണാം. അപ്പോൾ ഓൾവേസ് റിമെമ്പർ ടു റീഡ് യുവർ എസ്സേ ക്വസ്റ്റ്യൻസ് ആമ്പിൾ നമ്പർ ഓഫ് ടൈംസ്. ഒരു 2-3 വട്ടം വായിച്ചിട്ട് മാത്രമേ അതിനെ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കാവൂ. ലാസ്റ്റ് പാർട്ട് ഓഫ് ദി എസ്സേ ആണ് ആഡ് എ നോട്ട് ഓൺ ഇറ്റ്സ് എനർജറ്റിക്സ്, അല്ലേ? അതാണ് ഈ പോർഷൻ. യെസ്, നമ്മുടെ ഈ സൈക്കിൾ എഴുതി കഴിഞ്ഞു, പാൽമിറ്റേറ്റിനെ പറ്റി എഴുതി കഴിഞ്ഞു. പിന്നെ നമ്മൾ പറയുന്നതാണ് എനർജറ്റിക്സ് ഓഫ് ബീറ്റ ഓക്സിഡേഷനെ പറ്റി, അല്ലേ? ആസ് യു നോ 16 കാർബൺ പാൽമിറ്റിക് ആസിഡിനെ നമ്മൾ 7 സൈക്കിൾസ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 8 മോളിക്യൂൾസ് വെസറ്റൈൽ കോവ ഉണ്ടാവുന്നുണ്ട്. ഓരോ മോളിക്യൂൾ വെസറ്റൈൽ കോവ ഉണ്ടാകുമ്പോഴും 10 മോളിക്യൂൾസ് വെയിറ്റ് ചെയ്യുമ്പോൾ സൈക്കിൾ ഉണ്ടാവാറ്. നമ്മൾ ETC പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. FADH ആണെങ്കിൽ 1.5 മോളിക്യൂൾസ് ഓഫ് ATP ആണ്, NADH ആണെങ്കിൽ 2.5 മോളിക്യൂൾസ് ഓഫ് ATP ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഒരു സം എടുത്തു കഴിഞ്ഞാൽ, അതായത് 8 മോളിക്യൂൾസ് വെസറ്റൈൽ കോവ ഗിവിംഗ് മീ 10 ATP, 7 FADH2 and 7 NADH together giving me this much amount of ATP. Gross total gives 108 molecules of ATP. പിന്നെ 2 molecule of ATP യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് you have to subtract 2 which gives the net energy to be 106 ATP. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ റിമെമ്പർ, ആദ്യം എഴുതുമ്പോൾ ഡെഫിനേഷൻ സെപ്പറേറ്റ് ഹെഡിങ്ങിൽ എഴുതുക. റിയാക്ഷൻസ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ ഓഫ് പാൽമിറ്റിക് ആസിഡിനെ സൈക്കിൾ വരച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുക. കാരണം എസ്സേ ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്കും ഒരിക്കലും സൈക്കിൾ എൻഡ് ചെയ്യിപ്പിക്കരുത്. യു നീഡ് ടു റൈറ്റ് ദ ഡയഗ്രാം ആൻഡ് ദെൻ റൈറ്റ് ഈച്ച് സ്റ്റെപ്സ് ഇൻ ഡീൽ. കാരണം 15 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഫൈനലി ആഡ് നോട്ട് എനർജറ്റിക്സ് വരുമ്പോഴത്തേക്കും റൈറ്റ് ഓൺ ദിസ് അൽഗോരിതം. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമുക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ സോഴ്സസ് RDA ബയോകെമിക്കൽ ഫങ്ഷൻസ് ആൻഡ് എഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻസ് ഓഫ് വൈറ്റമിൻ ഡി. നമുക്ക് പേപ്പർ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് A, D and C. അപ്പോൾ നമ്മൾ യൂഷ്വലി എപ്പോഴും എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വിറ്റമിൻസ് എന്നൊരു 1 or എന്താ പറയുക ഫസ്റ്റ് ഓർ സെക്കൻഡ് എസ്സേ ക്വസ്റ്റ്യൻസ് യൂഷ്വലി അവർ വിറ്റമിൻ അല്ലെങ്കിൽ മിനറൽസ് ചോദിക്കാറുണ്ട്. ആൻഡ് ദ മോസ്റ്റ് കോമൺലി ആസ്ഡ് വിറ്റമിൻ ഇസ് വിറ്റമിൻ ഡി. കാരണം ഇതിൻ്റെ ഡെഫിഷ്യൻസി ഈസ് വെരി കോമൺ നവഡേയ്സ്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മുടെ എസ്സേയുടെ ഡിസ്ക്രൈബ് ദ സോഴ്സസ്. ഓക്കെ, എന്താണ് സോഴ്സസ് ഓഫ് വൈറ്റമിൻ ഡി? നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സ്പോഷർ ടു സൺലൈറ്റ് യൂഷ്വലി പ്രൊഡ്യൂസ് കോളികാൽസിഫറൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി. മോർ ഓവർ ഫിഷ് ലിവർ ഓയിൽ, ഫിഷ്, egg yolk, they are all good source of the vitamin. Milk only contains moderate quantity of the vitamin. And the current recommendation is to fortify dairy products with vitamin D and adequate exposure to sunlight without sunscreen before 10 AM and after 3 PM for at least 15 minutes. അപ്പോൾ യൂഷ്വലി നമുക്ക് വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ ഇറ്റ് ഇസ് മോസ്റ്റ്ലി ഫ്രം എക്സ്പോഷർ ടു സൺ. ഫുഡ് സോഴ്സസ് ചോദിക്കുന്നതെങ്കിൽ ഫിഷ് ലിവർ ഓയിൽ, ഫിഷ്, egg yolk എക്സെട്ര എക്സാമ്പിൾസ്. അപ്പോൾ സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് പോവുക, ഡയറ്ററി ആൻഡ് നോൺ ഡയറ്ററി സോഴ്സസ്. ശരി, അടുത്ത നമ്മുടെ എന്താ എസ്സേയുടെ പാർട്ട് എന്താ? RDA റെക്കമെൻഡ് ഡെയിലി അലവൻസ് ഓഫ് വൈറ്റമിൻ ഡി, അല്ലേ? വാട്ട് ഇസ് എ റെക്കമെൻഡ് ഡെയിലി അലവൻസ് ഓഫ് വൈറ്റമിൻ ഡി? ഇത് കണ്ടോ, ഓൾവേസ് റിക്വയർമെൻറ്റ്സ് ഓഫ് വിറ്റമിൻസ് ഹാവ് ഏജ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതായത് കിഡ്സ് ആണെങ്കിൽ 10 മൈക്രോഗ്രാം, അതായത് 400 ഇൻറ്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേ ആണ് വേണ്ടത്. അഡൾട്ട് ആണെങ്കിൽ 5 to 10 മൈക്രോഗ്രാംസ്, 200 ഇൻറ്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേ. പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു ലാക്ടേറ്റിംഗ് മദർ ആണെങ്കിൽ 10 മൈക്രോഗ്രാം പെർ ഡേ. ആൻഡ് ജനറലി സീനിയർ സിറ്റിസൺസ് അബവ് ദി ഏജ് ഓഫ് 60 ആണെങ്കിൽ യു റിക്വയർ 600 ഇൻറ്റർനാഷണൽ യൂണിറ്റ് പെർ ഡേ. ഇതാണ് റെക്കമെൻഡ് ഡെയിലി അലവൻസ് ഓഫ് വൈറ്റമിൻ ഡി. അപ്പോൾ ഇത് എന്തായാലും കാണാതെ പഠിച്ചേ പറ്റൂ. അപ്പോൾ വാട്ട് യു ക്യാൻ ഡു, ഒരു എന്താ പറയുക, ഒരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലൂ ആയിട്ട് വേണമെങ്കിൽ യു ക്യാൻ സേ ചിൽഡ്രൻ. നമ്മൾ 10 മൈക്രോഗ്രാം പറഞ്ഞു, അല്ലേ? ശരി, നമുക്ക് പ്രഗ്നൻസി അതും 10 മൈക്രോഗ്രാം പറഞ്ഞു. ഇതിനിടയ്ക്കുള്ള അഡൾട്ട്ഹുഡ് എടുക്കുവാണെങ്കിൽ യു ക്യാൻ സേ 5 to 10 മൈക്രോഗ്രാം. അങ്ങനെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം, ബിക്കോസ് യൂഷ്വലി 1 മാർക്കിന് സെപ്പറേറ്റ്ലി ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷനായി. അടുത്തത് ബയോകെമിക്കൽ ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ ഡി. വാട്ട് ഇസ് ദ ബയോകെമിക്കൽ ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ? ഇത് സെപ്പറേറ്റ്ലി നമുക്ക് 8 മാർക്കിനായിട്ട് യൂഷ്വലി ചോദിക്കാറുണ്ട്. സോ ദ ബയോകെമിക്കൽ സോഴ്സസ്, ബയോകെമിക്കൽ ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ ഡി ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് യൂഷ്വലി ഓൺ ദി അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം എന്നാണ് യൂഷ്വലി പറയാം. അപ്പോൾ നമ്മൾ എഴുതുമ്പോഴത്തേക്കും നമ്മൾ പറയും വാട്ട് ഇസ് ദി എഫക്റ്റ് ഓഫ് വൈറ്റമിൻ ഡി ഓൺ ബോൺസ്, വാട്ട് ഇസ് ദി എഫക്റ്റ് ഓഫ് വൈറ്റമിൻ ഡി ഓൺ റീനൽ ട്യൂബ്യൂൾസ്. ഈ 2 ഹെഡിങ്ങിലാണ് യൂഷ്വലി നമ്മൾ വൈറ്റമിൻ ഡിൻ്റെ ഇഫക്ട്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ഓൺ 3 ഏരിയാസ് ആണ് യൂഷ്വലി, 2 ഏരിയയിൽ 3 ഏരിയാസ്. അതായത് യു ആർ ഗോയിങ് ടു ഡീൽ അബൌട്ട് ദ റോൾ ഓഫ് വൈറ്റമിൻ ഡി ഓൺ ദ ഗട്ട്, ഓൺ ദ ബോൺ ആൻഡ് ഓൺ ദ കിഡ്നി. എന്നിട്ട് ബൈ അഫക്റ്റിംഗ് ദീസ് 3 ഓർഗൻസ് യു ആർ ഗോയിങ് ടു ഡിസൈഡ് ദ മെറ്റബോളിസം ഓഫ് കാൽഷ്യം ഇൻ യുവർ ബോഡി. ഓക്കെ, ശരി. അപ്പോൾ ആസ് യു ക്യാൻ സി കാൽസിട്രോൾ അഥവാ വൈറ്റമിൻ ഡി പ്രൊമോട്ട്സ് ദി അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ്. അതായത് എന്താ, ബ്ലഡ് കാൽഷ്യം ലെവൽ കൂട്ടാൻ സഹായിക്കുന്നൊരു
ഒരു എലമെൻ്റാണ് വൈറ്റമിൻ ഡി. ശരി, ഇനിയിപ്പോൾ ബോൺ നോക്കുകയാണെങ്കിലോ മിനറലൈസേഷൻ ഓഫ് ബോൺ അല്ലേ, മിനറലൈസേഷൻ ഇസ് ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസ് ദി ആക്ടിവിറ്റി ഓഫ് ഓസ്റ്റിയോബ്ലാസ്റ്റ്. അപ്പോൾ ഇതെന്താ, ദിസ് ഇസ് സംതിങ് വിച്ച് ഇൻക്രീസ് ബോൺ ഡെൻസിറ്റി. അപ്പം നേരത്തെ ഗട്ടിൽ അബ്സോർപ്ഷൻ കൂട്ടിയ വൈറ്റമിൻ ഡി ബോണിലെത്തിയപ്പോഴത്തേക്കും ഇൻക്രീസ് അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ബോണിലെത്തിയപ്പോഴത്തേക്കും ഈ വൈറ്റമിൻ ഡി എന്ത് ചെയ്തു, ബ്ലഡിലുള്ള കാൽഷ്യത്തെ ബോണിൽ കൊണ്ടിട്ടു. അപ്പോൾ ഓൺ ദ ഗട്ട് ഇഫ് ഇറ്റ് ഇസ് ആക്ടിങ് ആസ് ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ, ഓൺ ദ ബോൺ ഇറ്റ് ആക്ട്സ് ആസ് എ ഹൈപ്പോ കാൽസ്യമിക് ഹോർമോൺ. എന്നാൽ when you come to renal tubules എന്താ പറ്റുക, ഇറ്റ് ഇൻക്രീസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ്. അപ്പോൾ എഗെയിൻ ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ദ ബ്ലഡ് കാൽഷ്യം ലെവൽ. അപ്പം ഗട്ടിലും എന്താ പറയുക, ഗട്ട് ആൻഡ് കിഡ്നിയിലാണെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് യുവർ ബ്ലഡ് കാൽഷ്യം ലെവൽ. എന്നാൽ when you come to the bone it decreases the blood calcium level, അഥവാ increases the density of your bone. ഇപ്പോൾ ഇതാണ് എന്താ പറയുക ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ ഡി, biochemical functions of vitamin D. And the last part of your essay is what are your deficiency manifestations of vitamin D. vitamin D നമുക്ക് റിക്വയർഡ് അളവിൽ നമ്മുടെ ബോഡിക്ക് കിട്ടിയില്ലെങ്കിൽ എന്താണ് നമ്മുടെ ബോഡിയിലുള്ള മാനിഫെസ്റ്റേഷൻസ്? Deficient diseases of vitamin D are rickets if it's a kid, osteomalacia if it's an adult. അപ്പം ഏജ് അനുസരിച്ചാണ് ഡെഫിഷ്യൻസി ഡിസീസസ് നമ്മളാണ് എടുത്തിരിക്കുന്നത്. ഒരു കുട്ടിയാണെങ്കിൽ അത് റിക്കറ്റ്സ് ആയിരിക്കും, ഒരു അഡൾട്ട് ആണെങ്കിൽ എന്തായി ഓസ്റ്റിയോമലേസിയ ആയിരിക്കും അല്ലേ. ശരി, അപ്പം വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് റിക്കറ്റ്സ് അഥവാ ഓസ്റ്റിയോമലേസിയ? ഇഫ് ടോക്ക് അബൌട്ട് റിക്കറ്റ്സ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ റിക്കറ്റ്സ് ആർ സീൻ ഇൻ കിഡ്സ് അല്ലേ. സോ ദസ് ഇൻസഫിഷ്യൻറ്റ് മിനറലൈസേഷൻ ഓഫ് ബോൺ. വി ലേൺ വൈറ്റമിൻ ഡി എന്ത് ചെയ്യും, ബ്ലഡിലെ കാൽഷ്യത്തെ എടുത്ത് ബോണിലിടും അല്ലേ. അപ്പോൾ ഇവിടെ എന്തായി, മിനറലൈസ് നടക്കുന്നില്ല. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് യു വിൽ ഹാവ് സോഫ്റ്റ് പ്ലയബിൾ ബോൺ ആൻഡ് ദ ബോൺ ഗ്രോത്ത് ഗെറ്റ്സ് മാർക്ക്ലി അഫക്റ്റഡ്. ഇത് കാരണം യു ആർ ഗോയിങ് ടു ഗെറ്റ് ബോൺ ഡീഫോമിറ്റീസ് ഇൻ യുവർ കിഡ്സ്. വെയ്റ്റ് ബെയറിംഗ് ബോൺസ് ഒക്കെ ബെൻഡായിട്ട് കുറേ ബോൺ മാൽഫോർമേഷൻ ഒക്കെ ഉണ്ടാവും. എക്സാമ്പിൾസ് ഓഫ് സച്ച് ബോൺ മാൽഫോർമേഷൻസ് ആണ് ബോലെഗ്, നോക്നി, റിക്കറ്റ് റോസറി, ബോസിംഗ് ഓഫ് ഫ്രോണ്ടൽ ബോൺസ്, പിജൻ ചെസ്റ്റ് എക്സെട്ര. വേറൊരു പ്രോമിനൻറ്റ് ഫീച്ചർ ഓഫ് റിക്കറ്റ്സ് ആണ് യു ആർ ഗോയിങ് ടു ഹാവ് എൻ എൻലാർജ്മെൻറ്റ് ഓഫ് ദി എപ്പിഫൈസസ് അറ്റ് ദ ലോവർ എൻഡ് ഓഫ് റിബ്സ് ആൻഡ് കോസ്റ്റോകോണ്ടൽ ജംഗ്ഷൻ ലീഡിംഗ് ടു ബീഡിംഗ് ഓഫ് റിബ്സ്. ദാറ്റ് ഇസ് കോൾഡ് as റിക്കറ്റ് റോസർ. And last is the transverse depression passing outward from the costal cartilage to axilla. നമ്മുടെ റിബ്സിൽ നിന്ന് ആക്സിലിലേക്ക് ട്രേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡീപ്പ് ഗ്രൂവ് കിട്ടും. ദാറ്റ്സ് കോൾഡ് as ഹാരിസൺ സൾക്കസ്. അപ്പോൾ ഇത്രയാണ് റിക്കറ്റ്സിൻ്റെ ഫീച്ചേഴ്സ്. റിക്കറ്റ് സെപ്പറേറ്റ്ലി 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓസ്റ്റിയോമലേസിയ, ഇതിപ്പോൾ അഡൾട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി, ഓസ്റ്റിയോൺ ഇസ് ബോൺ ആൻഡ് മലേക്കിയ മീൻസ് സോഫ്റ്റ്നെസ്. അപ്പോൾ ഓസ്റ്റിയോമലേക്കിയ ഇസ് നത്തിങ് ബട്ട് സോഫ്റ്റ് ബോൺ. ഇവിടെയും ഇൻസഫിഷ്യൻറ്റ് മിനറലൈസേഷൻ കൊണ്ട് തന്നെ എന്ത് പറ്റും, ബോൺ നല്ല സോഫ്റ്റ് ആവും. വി ആർ ഗോയിങ് ടു കണ്ടെയ്ൻ മെനി അബ്നോർമൽ deformities in the bone. ഇനി ടൈപ്സ് ഓഫ് റിക്കറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ ദ ക്ലാസിക്കൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി റിക്കറ്റ്സ് ക്യാൻ ബി ക്യൂർ ബൈ ഗിവിംഗ് വൈറ്റമിൻ ഡി ഇൻ ഡയറ്റ്. അതായത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോസ് യു കൻ ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈറ്റമിൻ റിക്കറ്റ്സ്. ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ ഡി നമ്മൾ ഡയറ്റിൽ അപ്രോപ്രിയറ്റ് എമൗണ്ട് വൈറ്റമിൻ ഡി എടുക്കുന്നില്ലെങ്കിൽ യു ക്യാൻ ഗെറ്റ് വാട്ട് ക്ലാസിക്കൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി റിക്കറ്റ്സ്. ഇനി വേറൊരു സിറ്റുവേഷൻ വെർ യു ഹാവ് ഹൈപ്പോഫോസ്ഫറ്റമിക് റിക്കറ്റ്സ്. അതായത് എന്താ, യു ഹാവ് ഡിഫക്റ്റീവ് റീനൽ ട്യൂബുലർ റീഅബ്സോർപ്ഷൻ ഓഫ് ഫോസ്ഫേറ്റ് and as a result of which supplement of vitamin D along with phosphorus found to be useful. പിന്നെ പറഞ്ഞുകൊണ്ട് വൈറ്റമിൻ ഡി റെസിസ്റ്റൻറ്റ് റിക്കറ്റ്സ്, ഫാൻഗോണി സിൻഡ്രോം വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും, റീനൽ ട്യൂബുലർ റീഅബ്സോർപ്ഷൻ ഓഫ് ബൈകാർബണേറ്റ്, ഫോസ്ഫേറ്റ്, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് ഡെഫിഷ്യൻറ്റ് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് വൈറ്റമിൻ ഡി റെസിസ്റ്റൻറ്റ് റിക്കറ്റ്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ റീനൽ റിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നീസിൽ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലും അതിൻ്റെ ആക്റ്റീവ് ഫോമായ കാൽസിട്രോൾ ഉണ്ടാവുന്നില്ല. ദാറ്റ്സ് ബിക്കോസ് ദ കിഡ്നി ഈസ് അഫക്റ്റഡ്. അപ്പോൾ എന്തായി, റീനൽ റിക്കറ്റ്സ് ആയി. And then you have end organ refractoriness. And it is usually the organs are not responding towards your vitamin D. That can also result in rickets. Okay? അപ്പോൾ ഇതൊക്കെ എന്താ പറയുക മേജർ ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ ഡി ആയിരുന്നു. യു ക്യാൻ ഹാവ് certain minor functions also. For example, minor functions of vitamin D. ഓക്കെ, സോ മൈനർ ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമ്മളിപ്പോൾ പഠിച്ചത് കാൽഷ്യം മെറ്റബോളിസത്തിൽ വരുന്ന ഫങ്ഷൻസ് ആയിരുന്നു അല്ലേ. ദാറ്റ് ഇസ് എ മേജർ ഫങ്ഷൻ ഓഫ് വൈറ്റമിൻ ഡി. ബട്ട് ദർ ആർ സർട്ടൻ ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ ഡി so we are back. അപ്പോൾ മേജർ ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ ഓൺ ദ മെറ്റബോളിസം ഓഫ് കാൽഷ്യം. ബട്ട് ദർ ആർ സോ മെനി മൈനർ ഫങ്ഷൻസ് ഓൾസോ. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇമ്മ്യൂൺ ഹെപ്പാറ്റോപോയിഡ് സിസ്റ്റത്തിൽ ഒരു മോഡുലേറ്ററി എഫക്റ്റ് വേണമെങ്കിൽ യു ക്യാൻ യൂസ് വൈറ്റമിൻ ഡി. Then for hypocellularity of the bone marrow, increase susceptibility towards infections. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാനൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി കൊടുക്കാൻ പറ്റും. ഈവൻ ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ ആൻഡ് കൊറോണറി വാസ്കുലർ ഡിസീസ് അല്ലെങ്കിൽ CVD. Beneficial effects have been found in patients with AIDS, and even it has pleiotropic actions via receptor VDR, which is an important transcription factor.
അപ്പോൾ ഇതൊക്കെ എന്താ പറയുക മൈനർ ഇഫക്ട്സ് ഓഫ് വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ എസ്സേ കംപ്ലീറ്റ് അല്ലേ. വി ലേൺ അബൌട്ട് ദ സോഴ്സസ്, RDA, ബയോകെമിക്കൽ ഫങ്ഷൻസ്, ദ ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻസ് ഓഫ് വൈറ്റമിൻ ഡി. ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ശരി. Next essay question says, mention the reactions by which glycine is synthesized and catabolized. Add a note on the specialized products formed and mention the disorders associated with glycine metabolism. Usually amino acid single ആയിട്ട് ചോദിക്കാറുണ്ട്, and one of the most commonly asked amino acid ആണ് glycine, കാരണം it is having lot of significance in biochemistry. ശരി, അപ്പോൾ ഗ്ലൈസിനെ പറ്റി പറയാം. ഫസ്റ്റ് എന്താ പറഞ്ഞത്? മെൻഷൻ ദ റിയാക്ഷൻ ബൈ വിച്ച് ഗ്ലൈസിൻ സിന്തസൈസ് ആൻഡ് കാറ്റബിളൈസ് അല്ലേ. ഓക്കെ, ഇങ്ങനെ നോക്കുവാണെങ്കിൽ യു ക്യാൻ സീ യു ആർ ഹാവിങ് ദ ഓവർവ്യൂ ഓഫ് ഗ്ലൈസിൻ മെറ്റബോളിസം. ഈ ഗ്ലൈസീനിൽ നിന്ന് യു ആർ മേക്കിംഗ് ഗ്ലൈസീൻ ഫ്രം സോ മെനി പ്രൊഡക്ട്സ് ആസ് യു ക്യാൻ സീ ഓവർ ഹിയർ അല്ലേ. അതായത് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നുണ്ട്, സെറീൻ ത്രിയോനൈൻ ഗ്ലൈസിൻ കൺവേർട്ട് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് അമോണിയ അലോങ് വിത്ത് മോളിക്യൂൾ ഓഫ് കാർബൺ ഗ്ലൈസിൻ ആവുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് അബൌട്ട് ദി synthesis അഥവാ anabolism of glycine. Whereas when you come to this portion, this is the catabolism of glycine. അതുകൊണ്ട് തന്നെ ഈ ഒരു ടേബിൾ ഇറ്റ് ഷോസ് the overview of glycine metabolism showing both anabolism and catabolism. അപ്പോൾ ഈ ഒരു പടം ഓൾവേസ് വരച്ച് വെക്കാൻ ഓർക്കുക. ശരി, സോ വാട്ട് ആർ ദ കോമ്പൗണ്ട്സ് യു കെൻ ഗെറ്റ് ഫ്രം ഗ്ലൈസിൻ, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഗ്ലൈസിൻ? ഓക്കെ, ഫസ്റ്റ് വൺ. ഓക്കെ, ഓക്കെ, സോറി, ഒരു കുഞ്ഞ് ടെക്നിക്കൽ ഡിഫിക്കൽട്ടി വന്നു. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഗ്ലൈസീൻ്റെ മെറ്റബോളിസത്തെ പറ്റി പറയാം. ഓക്കെ, അപ്പോൾ അത് ക്വസ്റ്റൻ നമുക്ക് ചോദിച്ചു ഗ്ലൈസീൻ സിന്തസൈസ്ഡ് ആൻഡ് കാറ്റബിളൈസ്ഡ് ആണല്ലേ. അപ്പോൾ സിന്തസിസ് ആൻഡ് കാറ്റബോളിസം ടുഗദർ ഇസ് കോൾഡ് ആസ് മെറ്റബോളിസം. അപ്പോൾ ഈ ഒരു പടം കണ്ടോ, ഇതിനകത്ത് യു ആർ ഹാവിങ് ദ സിന്തസിസ് ആസ് വെൽ ആസ് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈസീൻ. അതായത് ഈ ഒരു പോർഷൻ, അതായത് ഇത്രയും പോർഷൻ ഒബ്സർവ് ചെയ്താൽ ഇറ്റ് ഇസ് ദ സിന്തസിസ് പാർട്ട് ഓഫ് ഗ്ലൈസീൻ അഥവാ അനബോളിസം ഓഫ് ഗ്ലൈസീൻ. ഫോർ എക്സാമ്പിൾ സെറീൻ ത്രിയോണൈൻ വേറെ രണ്ട് അമിനോ ആസിഡ് ആണ്, ദാറ്റ് ക്യാൻ ബി കൺവേർട്ട് ടു ഗ്ലൈസീൻ. ബൈ ദ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻസ് യു ക്യാൻ ഗെറ്റ് ഗ്ലൈസീൻ. ബൈ ദി addition of carbon dioxide, ammonia and one carbon atom you can get glycine. അപ്പോൾ ഈ ഒരു പോർഷനാണ് അനബോളിക് പോർഷൻ ഓഫ് ഗ്ലൈസിൻ. ശരി, ഇനി ഗ്ലൈസീനിൽ നിന്ന് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് ലോട്ട് അതർ കോമ്പൗണ്ട്സ്. സോ ദിസ് പോർഷൻ ഓഫ് ദി ഡയഗ്രാം വിൽ ബി ഷോയിങ് ദ catabolism ഓഫ് ഗ്ലൈസിൻ. അപ്പോൾ ഈ ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഈ ഒരു പടം ആദ്യം വരച്ചൊക്കെ എല്ലാവരും ഓർക്കുക, ബിക്കോസ് യു ആർ ഷോയിങ് ദ കംപ്ലീറ്റ് മെറ്റബോളിസം ഓഫ് ഗ്ലൈസിൻ ഇൻ ദിസ് ഡയഗ്രാം. Okay, now talking about detail about the catabolic portion of glycine, ആദ്യം പറയുന്നത് ക്രിയാറ്റിൻ ആൻഡ് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ how will we get creatinine from glycine? അതായത് യൂഷ്വലി ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻക്ലൂഡ്സ് ദി amidino group of arginine will be transferred to glycine to create guanidinoacetic acid by the help of an amino transferase enzyme. Second step is when this acid will be methylated by SAM, നമ്മുടെ എസ്-അഡെനോസിൽ മെത്തിയോണൈൻ, ആൻഡ് ദിസ് വിൽ ഫോം ക്രിയാറ്റിൻ. ഓർക്ക് ഇത് ലിവറിലാണ് നടക്കുന്നത്. ആൻഡ് നൗ ക്രിയാറ്റിൻ വിത്ത് ഹെൽപ്പ് ഓഫ് ക്രിയാറ്റിൻ കൈനേസ് യു വിൽ ക്രിയേറ്റ് ക്രിയാറ്റിൻ ഫോസ്, അതായത് ATP എന്നൊരു മോളിക്കുലർ ഫോസ്ഫറസിനെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. So you have created creatine and creatine phosphate. Now what if you want to create creatinine? The creatine phosphate will be converted with anhydride creatinine with the help of a spontaneous reaction. Without the use of enzymes you can create creatinine. And the creatine can be extracted out in urine. Remember, creatine എന്ന് നമ്മൾ പറയുമ്പം അത് യൂഷ്വലി നമ്മൾ ബ്ലഡിലാണ് പറയാറ്. എന്നാൽ ക്രിയാറ്റിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് യൂഷ്വലി ഹാപ്പൻസ് ഇൻ യുവർ യൂറിൻ. അപ്പോൾ ഫസ്റ്റ് എന്താ പറയുക, മോളിക്യൂൾ ഔട്ട് ഓഫ് ഗ്ലൈസിൻ ഉണ്ടാക്കിയല്ലോ. ശരി, വാട്ട് ഇസ് ദ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ക്രിയാറ്റിൻ? റിമെമ്പർ, ഓൾവേസ് 1 മാർക്കിന് ചോദിക്കുന്നതാണ് ഈ ഒരു ലൈൻ. നോർമൽ സെറം ക്രിയാറ്റിൻ ഓഫ് ലെവൽ ഈസ് 0.7 to 1.4. എപ്പോഴും വെരി മച്ച് ഫ്രീക്വൻ്റ്ലി ആസ്ഡ് 1 മാർക്ക് ക്വസ്റ്റൻ ആണ്, വാട്ട് ഇസ് ദ നോർമൽ സെറം ക്രിയാറ്റിൻ ലെവൽ? ഇറ്റ് ഇസ് 0.7 to 1.4 milligram per deciliter. ആൻഡ് ദ സെറം ക്രിയാറ്റിൻ ലെവൽ, അതായത് ക്രിയാറ്റിനിൻ യൂറിനിലും ഉണ്ട് ബ്ലഡിലും ഉണ്ട്. എന്നാൽ ക്രിയാറ്റിൻ ഇസ് ഓൾവേസ് ദെയർ ഇൻ ദ ബ്ലഡ്. അപ്പോൾ സെറം ക്രിയാറ്റിനിൻ ലെവലാണ് 0.7 to 1.4, എന്നാൽ സെറം ക്രിയാറ്റിൻ ലെവലാണ് 0.2 to 0.4 milligram per deciliter. അപ്പം ഓൾവേസ് ഡബിൾ ചെക്ക് വാട്ട് ദി ക്വസ്റ്റൻ ആസ്ക്സ് ആൻഡ് ദെൻ ഗിവ് യുവർ ആൻസേഴ്സ് കറസ്പോണ്ടിംഗ്ലി.
ഇനി ഈ മസ്കുലർ ഡിസ്ട്രോഫിക് ആകുമ്പോഴാണ് എന്ത് പറ്റുക, ബ്ലഡിലെ ക്രിയാറ്റിനും യൂറിനിലെ ക്രിയാറ്റിനും യൂഷ്വലി ഇൻക്രീസ്ഡ് ആവാറ്. അപ്പോൾ ഒരു പേഷ്യൻ്റ് വരുന്നു with increased urinary creatinine, remember to check for muscular dystrophy in that patient. അതുപോലെ തന്നെ ബ്ലഡിൽ ക്രിയാറ്റിൻ കൂടുകയാണെങ്കിൽ ഇറ്റ്സ് എ സൈൻ ഓഫ് റീനൽ ഡിസ്ഫങ്ഷൻ. ആൻഡ് ഈവൻ ക്രിയാറ്റിൻ കൈനേസ് CK, ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് എൻസൈം യൂസ്ഡ് ഇൻ MI. നമ്മുടെ കാർഡിയക് ബയോമാർക്കേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് എൻസൈമാണ് CK. അപ്പോൾ ഫസ്റ്റ് റോൾ ഓഫ് ഗ്ലൈസിൻ ക്രിയേറ്റിംഗ് ക്രിയാറ്റിൻ ആൻഡ് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ഇസ് ഓവർ. നെക്സ്റ്റ് റോൾ അല്ലെങ്കിൽ കറ്റബോളിക് പാത്വേ ഓഫ് ഗ്ലൈസിൻ സിന്തസൈസിസ് ഓഫ് ഹീം. കാരണം ഹീമിൻ്റെ മെറ്റബോളിക് പാത്വേ ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലൈസിൻ സക്സിനൽ കോയെ വിത്ത് ഹെൽപ്പ് ഓഫ് ALA സിന്തസിസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ക്രിയേറ്റ് ALA, അമിനോലെവലിക് ആസിഡ്. അപ്പോൾ ദാറ്റ് ഇസ് അനദർ റോൾ ഓഫ് ഗ്ലൈസിൻ. പിന്നെ സിന്തസിസ് ഓഫ് പ്യൂരിൻ. ഫോർ എക്സാമ്പിൾ ഇഫ് യു റിമെമ്പർ ദ സ്ട്രക്ചർ ഓഫ് പ്യൂരിൻ റിംഗ്, അതിനകത്ത് C4 C5 C7 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരിൽ നിന്നാണ്, ഗ്ലൈസിൽ നിന്നാണ്. ഓക്കെ. പിന്നെ സിന്തസിസ് ഓഫ് ഗ്ലൂട്ടത്തയോൺ. വീണോ ഗ്ലൂട്ടത്തയോൺ ഇറ്റ്സ് എ ട്രൈപെപ്റ്റൈഡ്. 3 അമിനോ ആസിഡ് കൊണ്ടാണ് ഗ്ലൂട്ടത്തയോൺ ഉണ്ടാക്കുന്നത്. ഗ്ലൂട്ടത്തയോൺ SGSH. അതിനകത്ത് ദ മോളിക്യൂൾസ് ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ്, സിസ്റ്റീൻ ആൻഡ് ഗ്ലൈസിൻ. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക, അമിനോ ആസിഡായ ട്രൈപെപ്റ്റൈഡായ ഗ്ലൂട്ടത്തയോൺ ഇസ് ബീങ് മെയ്ഡ് ഫ്രം ഗ്ലൈസിൻ, സിസ്റ്റീൻ, ഗ്ലൂട്ടാമിക് ആസിഡ്. അടുത്തത് കോൺജുഗേഷൻ. നമുക്കറിയാം ബൈൽ ആസിഡ്സിൻ്റെ ഒരു മേജർ പ്രോസസ്സാണ് കോൺജുഗേഷൻ. സോ ഗ്ലൈസിൻ ഇസ് യൂസ് ടു കോൺജുഗേറ്റ് ബൈൽ ആസിഡ്സ് ടു ക്രിയേറ്റ് ബൈൽ സോൾട്ട്സ്. ആൻഡ് വാട്ട് ആർ ദ മോസ്റ്റ് കോമൺലി കോൺജുഗേറ്റ് ബൈൽ ആസിഡ്സ്? ഗ്ലൈക്കോളിക് ആസിഡ് ആൻഡ് ഗ്ലൈക്കോച്ചിനോ ഡിയോക്സോകോളിക് ആസിഡ്. അപ്പം ഈ നമ്മുടെ ഗ്ലൈസിനെ ഉപയോഗിച്ച് ഇവരെ ഗ്ലൈക്കോലൈറ്റ് കോൺജുഗേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി പ്രോസസ്സസ് ഓഫ് ലിവർ ചെയ്യുന്നത്. Another example of what can I say, glycolysis, another process of conjugation is benzoic acid.
ഹലോ, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായി. സോ വി ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ ക്വസ്റ്റ്യൻ. നമ്മൾ ഗ്ലൈസിനെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇഫ് യു റിമെമ്പർ നമ്മൾ കോൺജുഗേഷൻ പറഞ്ഞുകൊണ്ടിരുന്നത്. വി ലേൺ അബൌട്ട് കോൺജുഗേറ്റിംഗ് യുവർ ബൈൽ ആസിഡ്സ്. വേറൊരു ഇമ്പോർട്ടൻറ്റ് കോൺജുഗേഷൻ ഫംഗ്ഷനാണ് ബെൻസോയിക് ആസിഡിൻ്റെ. ബെൻസോയിക് ആസിഡിനെ കോൺജുഗേറ്റ് ചെയ്ത് ഹിപ്യൂറിക് ആസിഡ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ദാറ്റ് ഇസ് അനദർ ഫംഗ്ഷൻ ഓഫ് ഗ്ലൈസിൻ. അപ്പോൾ നമുക്ക് ഗ്ലൈസിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് ഉപയോഗിക്കാം. അതായത് ബ്രെയിൻ സ്റ്റെം സ്പൈനൽ കോഡിലൊക്കെ ഗ്ലൈസിൻ ക്യാൻ ബി യൂസ്ഡ് ആസ് യുവർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. പിന്നെ ഗ്ലൈസിൻ ഇസ് യൂസ് ദ കോൺസെൻറ്റ് ഓഫ് പ്രോട്ടീൻ. അമിനോ ആസിഡ് ആകുമ്പോഴത്തേക്ക് എന്തായാലും പ്രോട്ടീനിന് ഉപയോഗിക്കുമല്ലോ. ഫോർ എക്സാമ്പിൾ കൊളാജൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ മെജോറിറ്റി അമിനോ ആസിഡ് ഗ്ലൈസിൻ ആണ്. അപ്പോൾ അതാണ് ഫങ്ഷൻസ് ഓഫ് ഗ്ലൈസിൻ. ഓക്കെ, ഇനി എന്താ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വന്നേ. സോ ആഡ് നോട്ട് ഓൺ സ്പെഷ്യലൈസ്ഡ് പ്രൊഡക്ട്സ് ഫോംഡ് നമ്മൾ ചെയ്തു അല്ലേ? വി talked about the specialized products formed. Now mention disorders associated with glycine metabolism ചോദിച്ചേക്കുന്നത്. What are the disorders associated? രണ്ടെണ്ണം നമുക്കുള്ള നോൺ കീറ്റോട്ടിക് ഹൈപ്പർ ഗ്ലൈസിനീമിയ, അതായത് ഗ്ലൈസിൻ ക്ലീവേജ് സിസ്റ്റം, അതായത് ഗ്ലൈസിൻ്റെ കാറ്റബോളിസം ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ വരുന്നൊരു മെറ്റബോളിക് എററാണ് നോൺ കീറ്റോട്ടിക് ഹൈപ്പർ ഗ്ലൈസിനീമിയ. അപ്പോൾ ഗ്ലൈസിൻ വിൽ ബി ഇൻക്രീസ് ഇൻ ദ ബ്ലഡ്, അതുകൊണ്ടാണ് ഹൈപ്പർ ഗ്ലൈസിനീമിയ എന്ന് പറയുക. ആൻഡ് ഏബിൾ ടു സീ മെൻ്റൽ റിട്ടാർഡേഷൻ ആൻഡ് സീഷേഴ്സ്. അടുത്തത് പ്രൈമറി ഹൈപ്പർ ഓക്സാലൂറിയ. പ്രൈമറി ഹൈപ്പർ ഓക്സാലൂറിയ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻക്രീസ്ഡ് എക്സ്ക്രീഷൻ ഓഫ് ഓക്സലേറ്റ്സ് ഇസ് ഒബ്സർവ്ഡ്. Okay, the oxaluria is usually because of increased production of oxalates and hence you are not able to utilize them properly and that gets excreted out. അപ്പോൾ ഇതൊരു പ്രോട്ടീൻ ടാർഗറ്റിംഗ് ഡിഫക്റ്റ് ആണ്. യൂഷ്വലി അമിനോ ട്രാൻസ്ഫറേസിൻ്റെ ഒരു ഡിഫക്റ്റ് കാരണം അത് ഉണ്ടാവാറ്. അപ്പോൾ ഇത്ര എഴുതുക when it comes to the metabolic എന്താ പറയുക ഡിസോർഡർ അസോസിയേറ്റഡ് വിത്ത് ഗ്ലൈസിൻ. ശരി, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കുമ്പോൾ ഡിഫൈൻ ക്രെബ്സ് സൈക്കിൾ. ഓക്കെ, define Krebs cycle, describe the reactions of Krebs cycle, add a note on its energetics and significance. ശരി, അപ്പോൾ how do you define Krebs cycle? ഇതാണ് definition of Krebs cycle. അതായത് set of reactions in mitochondria that oxidize acetyl residues liberating equivalents that on oxidation gives ATP via the electron transport chain. ഇതാണ് definition of citric acid cycle എന്ന് പറയുന്നത്. ഓക്കെ, set of reactions in the mitochondria that help oxidize acetyl residues. നമ്മൾ അസറ്റൈൽ കോയിൻ ഉണ്ടാക്കിയില്ലേ ഫാറ്റി ആസിഡിൻ്റെ ബീറ്റ ഓക്സിഡേഷനൊക്കെ വഴി ആ അസറ്റൈൽ റെസിഡ്യൂസിനെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഓക്സിഡൈസ് ചെയ്യും. ആ ഓക്സിഡേഷൻ നടക്കുമ്പോഴത്തേക്കും നമുക്ക് കുറേ റെഡ്യൂസിന് ഈക്വലൻസിനെ കിട്ടും. ആ ഈക്വലൻസിനെ ETC കയറിയിട്ട് യു ആർ ക്രിയേറ്റിംഗ് ATP. സോ ബിഫോർ എൻറ്ററിങ് ETC ദോസ് പ്രൊഡക്ട്സ് ആർ ബീങ് മെയ്ഡ് ഇൻ സിട്രിക് ആസിഡ് cycle. ശരി, അപ്പോൾ ഡെഫിനേഷനായി. ഇനി എന്താ അവർ ചോദിച്ചേ? ദേ ഹവ് ടോക്ക്ഡ് അബൌട്ട് ദ റിയാക്ഷൻസ്. അപ്പോൾ ഇവിടെ ബയോകെമിസ്ട്രിയിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ അടുത്ത് റിയാക്ഷൻസ് ചോദിക്കുമ്പോൾ യു നീഡ് ടു ഓൾവേസ് റൈറ്റ് എ സൈക്കിൾ. അപ്പോൾ ഈ ഒരു ഡയഗ്രാം വൃത്തിക്ക് തെറ്റാതെ എഴുതാൻ പഠിക്കണം. സിട്രിക് ആസിഡ് സൈക്കിൾ ഡയഗ്രാമാണ് ഇത്. ആസ് യു ക്യാൻ സീ യു ആർ ഏബിൾ ടു സീ സോ മെനി സ്റ്റെപ്സ് ദെയർ ആൻഡ് ആസ് യു സീ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് you have to be doing ഒറ്റ മിനിറ്റ് ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സ്ക്രീൻ ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, സോ യു ആർ ഏബിൾ ടു സീ എ ഫസ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ദി അഡിഷൻ ഓഫ് അസറ്റൈൽ കോ ആൻഡ് ഓക്സാസിറ്റിക് ആസിഡ്. Okay, so it will be the addition of acetyl CoA and oxaloacetic acid in which you will be able to get citrates, citrus synthesis സഹായത്തോടുകൂടി ഓക്കെ, ഇപ്പോൾ ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. ശരി, അപ്പം ഇതാണ് നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ ഡയഗ്രം എന്ന് പറയുന്നത്. റിമെമ്പർ ദാറ്റ് യു നീഡ് ടു റൈറ്റ് ഈച്ച് കോമ്പൗണ്ട് ഇൻ ഡീറ്റെയിൽ ആൻഡ് ഇവർ കളർ ചെയ്തതുപോലെ തന്നെ ഓരോ എൻസൈമിന് ഡിഫറെൻറ്റ് കളർ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എക്സാമിന് കുറച്ച് എളുപ്പമായിരിക്കും അത് കറക്റ്റ് ചെയ്യാൻ. ഓക്കെ, ശരി, നമുക്ക് റെസ്പോൺസസ് വരുന്നുണ്ട്. Okay, first as you can see, oxaloacetate and acetyl CoA was reacted with the help of citrate synthase. Citric acid was made. ഈ citric acid നെ aconitase വഴി ഒരു molecule of water നമ്മൾ cis aconitase ആക്കി അതിനെ പിന്നെയും same enzyme വഴി isocitrate ആക്കി. So this is nothing but an isomerization reaction which is happening there.
പിന്നെ ഐസോസിട്രേറ്റിനെ ഒരു മോളിക്യൂൾ ഓഫ് ഹൈഡ്രോജൻ റിമൂവ് ചെയ്തുകൊണ്ട് ഡീഹൈഡ്രോജനേസ് വഴി നമ്മൾ എന്ത് ചെയ്തു OSS ഓക്സിസക്സിനേറ്റ് ആക്കി. പിന്നെ എന്താ അഗെയിൻ ഡീഹൈഡ്രോജനേസും വഴി ബൈ റിമൂവിങ് എ മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഓഫ് ക്രിയേറ്റ് ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റ്. ഇത് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ യൂസിങ് എ കീറ്റോഗ്ലൂട്ടാറേറ്റ് ഡീഹൈഡ്രോജനേസ് എഗെയിൻ ഐ റിമൂവ് എ മോളിക്യൂൾ ഓഫ് H+ ആൻഡ് ക്രിയേറ്റ് സക്സിനൽ കോയെ. അവിടുന്ന് പിന്നെ ആ കോയിനെ എടുത്ത് മാറ്റിയിട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് തയോകൈനേസ് ഐ ക്രിയേറ്റഡ് GTP ആൻഡ് ദാറ്റ് ഇസ് കൺവേർട്ട് ടു സക്സിനേറ്റ്. ഇത് നമ്മൾ പിന്നെ ഡീഹൈഡ്രോജനേസ് വഴി ക്രിയേറ്റ് FADH2 ആൻഡ് കൺവേർട്ട് ടു ഫ്യൂമറേറ്റ്. ഫ്യൂമറേറ്റ് നിന്ന് again by adding a molecule of water we create malate and by removing a molecule of H+ we create OAA. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണ്. സിൻസ് ഇറ്റ് ഇസ് റിവിഷൻ ക്ലാസ്സസ് ഐ എം ഓൺലി ടെല്ലിംഗ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു ബി നോട്ടഡ്. അപ്പോൾ ഇവിടെ എൻസൈം സെപ്പറേറ്റ് കളർ കൊടുക്കാൻ ഓർക്കുക. ഓരോ കിട്ടുന്ന കോമ്പൗണ്ടിനെയും സെപ്പറേറ്റ് ഹൈലൈറ്റ് ചെയ്യുക. ബിക്കോസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് TCA ഇസ് ദ കോമ്പൗണ്ട്സ് വാട്ട് യു ഗെറ്റ് ഹിയർ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കിട്ടുന്ന NADH ആയാലും നമുക്ക് കിട്ടുന്ന FADH2 ആണെങ്കിലും നമുക്ക് കിട്ടുന്ന GTP ആണെങ്കിലും ഇതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അല്ലാതെ നമ്മൾ എഴുതുന്ന ഈ ഫൈനൽ കോമ്പൗണ്ട്സ് അല്ല. അപ്പോൾ ഓൾവേസ് റിമെമ്പർ ടു മാർക്ക് ദി എൻസൈംസ് ഇൻ ഡീറ്റെയിൽ. ശരി, ഓക്കെ. അപ്പോൾ നമ്മൾ സൈക്കിളിനെ പറ്റി എഴുതി. അപ്പോൾ പറഞ്ഞു ഇത് essay ക്വസ്റ്റൻ ആണല്ലേ, 15 മാർക്കിന് essay ക്വസ്റ്റനാണ്. അപ്പോൾ യു നീഡ് ടു റൈറ്റ് ദ സ്റ്റെപ്സ് ഓൾസോ ആഫ്റ്റർ ദ സൈക്കിൾ. അപ്പോൾ ഈ സൈക്കിൾ വരച്ചതിന് ശേഷം സ്റ്റെപ്സ് ഒന്ന് താഴെ ലിസ്റ്റ് കൊടുക്കുക. അതുകൊണ്ടാകുമ്പോഴത്തേക്കും എക്സാമിന് വിൽ ബി മച്ച് മോർ ഹാപ്പിയർ. ഇനി എന്താ അവിടെ നോട്ട് ഓൺ ദ എനർജറ്റിക്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ക്രെബ് സൈക്കിൾ നമുക്കറിയാം. എന്താ ഈ OA കിട്ടുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ദ അസ്റ്റൽ കോയാണ്. പിന്നെ എന്താ സംഭവിക്കുക, യു ആർ ഏബിൾ ടു ക്രിയേറ്റ് സോ മെനി റെഡ്യൂസിങ് ഇക്വലൻസ്. ഏതൊക്കെ? NADH, FADH2. ഇതാണ് ETC പോയിട്ട് പിന്നെ ATP ഉണ്ടാക്കുക. യു ഓൾറെഡി ക്രിയേറ്റഡ് എനർജി റിച്ച് മോളിക്യൂൾ ലൈക്ക് GTP. പിന്നെ എന്തൊക്കെയാണ്, യു ക്രിയേറ്റഡ് മെനി വാട്ടർ മോളിക്യൂൾസ്. അപ്പോൾ ഇതൊക്കെ സിഗ്നിഫിക്കൻസ് ഓഫ് ക്രെബ് സൈക്കിളാണ്. അതപ്പോൾ സെപ്പറേറ്റ് ഹെഡിങ്ങായിട്ട് എഴുതുക. ഇവിടെ പിന്നെ ഇമ്പോർട്ടൻ്റ് വരുന്നത് എന്താണ്? എനർജറ്റിക്സ് ആണല്ലേ. സോ വാട്ട് ഇസ് ദി എനർജറ്റിക്സ്? ആസ് യു ക്യാൻ സീ, യു ക്രിയേറ്റ് the 3 NADH molecules which each will give a 2.5 ATP, total giving you 7.5. Then 1 FADH will give you 1.5. ഇവിടെ 1 molecule ഉണ്ടാകുന്നത് 1.5. ടോട്ടലി 10 molecule of ATP ആണ് നമുക്കൊരു T സൈക്കിൾ വഴി ഉണ്ടാവാറ് അല്ലേ. സോ ദാറ്റ് ഇസ് ദി എനർജറ്റിക്സ് ഓഫ് എ TCA സൈക്കിൾ. ക്ലിയർ? ഇതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ടീസ് ചോദിക്കുമ്പോൾ ഈ ഒരു ബോക്സ് എഴുതി വെച്ചിരുന്നാൽ മതി. കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് അസറ്റൈൽ കോയെ, ATP ജനറേഷൻ, ഫൈനൽ കോമൺ ഓക്സിഡേറ്റീവ് പാത്വേ ആണ്, ഇൻറ്റഗ്രേഷൻ ഓഫ് മേജർ മെറ്റബോളിക് പാത്വേസ് ആണ്, ഫാറ്റ് ഇസ് ബേൺഡ് ഓൺ ദ വിക്ക് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. അതായത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഫാറ്റിനെ എന്ത് ചെയ്യാൻ പറ്റൂ, മെറ്റബോളൈസ് ചെയ്യാൻ പറ്റൂ. കാരണം ഫാറ്റ് വിൽ ബി കൺവേർട്ട് അസറ്റൈൽ കോയെ വിൽ ബി കൺവേർട്ടഡ് ടു യുവർ കംപ്ലീറ്റ് ഓക്സിഡേറ്റീവ് പാത്വേ. പിന്നെ എക്സസ് കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് ന്യൂട്രൽ ഫാറ്റ് ആക്കി വെക്കാൻ പറ്റും. എന്നാൽ no net synthesis of carbohydrate can be made from fat. ഫാറ്റിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ്സ് പറ്റില്ല. കാരണം ഇഫ് യു റിമെമ്പർ നമ്മുടെ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമിൻ്റെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ല. ദാറ്റ് ഇസ് ഇറിവേഴ്സിബിൾ, വൺ ഡയറക്ഷനെ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് കാർബൺ സ്കെൽട്ടൺ ഇറ്റ് ക്യാൻ ബി എൻ്റർ ഇൻ ദ സിട്രിക് ആസിഡ് സൈക്കിൾ. ഇറ്റ്സ് എൻ ആംഫിബോളിക് പാത്ത്. അതായത് എന്താ, ഇൻഫ്ലക്സ് ഓഫ് കോമ്പൗണ്ട്സും ഉണ്ട്, എഫ്ലക്സ് ഓഫ് കോമ്പൗണ്ട്സും. ഇറ്റ്സ് ആംഫിബോളിക് പാത്വേ ആൻഡ് ദിസ് അനാപ്ലോറിറ്റിക് റോൾ. അതായത് അനബോളിക് പാത്വേയുടെ ഒരു സിഗ്നിഫിക്കൻസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് വെച്ച് കഴിഞ്ഞാൽ യു കെൻ കംപ്ലീറ്റ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് TCA സൈക്കിൾ. ഒരു essay കഴിഞ്ഞു, ഡൺ. നെക്സ്റ്റ് essay. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ശരി, അപ്പോൾ അടുത്ത essay ചോദിക്കുമ്പോഴത്തേക്കും യു ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദി സോഴ്സസ്, RDA, ബയോകെമിക്കൽ ഫങ്ഷൻസ്, ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻസ് ഓഫ് വൈറ്റമിൻ A. ഓക്കെ, നമ്മൾ വൈറ്റമിൻ D ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. വൈറ്റമിൻ D പോലെ തന്നെ എപ്പോഴും ഇമ്പോർട്ടൻ്റ്ലി ചോദിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് എന്ത്, വൈറ്റമിൻ A. ടോക്കിംഗ് അബൌട്ട് ദി സോഴ്സസ് ഓഫ് വൈറ്റമിൻ A. ഡയറ്ററി സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി പറയുന്നത് വി ആർ ഡയറ്ററി ആൻഡ് നോൺ ഡയറ്ററി സോഴ്സ്. ഇവിടെ മോസ്റ്റ്ലി ഡയറ്ററി സോഴ്സ് ആണ് വരാറ്. ഫോർ എക്സാമ്പിൾ മിൽക്ക്, ബട്ടർ, ക്രീം, ചീസ്, എഗ് യോക്ക് ആൻഡ് ലിവർ, ഫിഷ് ലിവർ ഓയിൽസ്, ക്യാരറ്റ്, പപ്പായ, മാംഗോ, പംകിൻ. അപ്പോൾ ഡിഫറെൻറ്റ് ഒരു 5-6 പഠിച്ച് വെച്ചിട്ട് ഡയറ്ററി സോഴ്സ് ഓഫ് വൈറ്റമിൻ എഴുതിയിട്ട് ലിസ്റ്റ് ഉണ്ടാവും. നെക്സ്റ്റ് ദ ക്വസ്റ്റ്യൻ വാസ് ടോക്കിംഗ് അബൌട്ട് ദ റെക്കമെൻഡ് ഡെയിലി അലവൻസ് ഓഫ് വൈറ്റമിൻ A. ഓക്കെ, സോ ദിസ് ഇസ് എ ഡെയിലി റിക്വയർമെൻറ്റ് ഓഫ് വൈറ്റമിൻ A. ആസ് യു ക്യാൻ സി, നമ്മൾ വൈറ്റമിൻ ഡി പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഏജ് ഡിപ്പെൻഡൻ്റ് ആണ് വൈറ്റമിൻ എയുടെ ഡെയിലി റിക്വയർമെൻറ്റ്. കിഡ്സിനാണെങ്കിൽ 400 to 600, മെന്നിനാണെങ്കിൽ 750 to 1000, വിമണിനാണെങ്കിൽ 750, പ്രഗ്നൻസിക്കാണെങ്കിൽ 1000. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കോഡ് വെച്ച് പഠിക്കാം. അതായത് മെന്നാണെങ്കിൽ എന്താ 750 to 1000 അല്ലേ. ഇതിൽ 750 എന്ന് പറയുന്നത് ഫീമെയിലാണ്, ഇതെന്ന് പറയുന്നത് പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ കേസാണ്. അത് ഓർത്ത് വയ്ക്കാം. ആൻഡ് കിഡ്സ് വിൽ ബി അറ്റ് എ ലോവർ റിക്വയർമെൻറ്റ് ഓഫ് 400 to 600 മൈക്രോഗ്രാം പെർ ഡേ. ഇതും സെപ്പറേറ്റ്ലി 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ശരി, അടുത്തെന്താ അവർ ചോദിച്ചാൽ വാട്ട് ഇസ് ദ ബയോകെമിക്കൽ റോൾ ഓഫ് വൈറ്റമിൻ A? ദിസ് നീഡ് ടു ബി ഡെൽറ്റ് ഇൻ ഡീറ്റെയിൽ. അത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല. ബട്ട് അഗെയിൻ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ് വാൾസ് വിഷ്വൽ സൈക്കിൾ.
വോൾസ് വിഷ്വൽ സൈക്കിൾ എഴുതുമ്പോഴത്തേക്കും ഈവൻ ഇഫ് യു ഡോണ്ട് റിമെമ്പർ ദ തിയറി, റിമെമ്പർ ടു ഡ്രോ ദിസ് ഡയഗ്രാം എനിക്ക്. ഈ ഡയഗ്രാം ക്യാൻ ഫെച്ച് യു 1/2 or 3/4 ഓഫ് യുവർ മാർക്സ്. അതായത് നമ്മൾ 4 ലെയറായിട്ടാണ് കാണിക്കുക അല്ലേ. അതായത് റോഡോപ്സിൻ വിച്ച് ഇസ് എ വിഷ്വൽ പിഗ്മെൻറ്റ് ഓഫ് യുവർ ഐ ദാറ്റ് വിൽ ബി ബ്രോക്കൺ ഡൗൺ ബൈ വെൻ ലൈറ്റ് കംസ് ആൻഡ് ഫോൾസ് വിൽ ബ്രേക്കിംഗ് ഡൗൺ ടു ഓൾ ട്രാൻസ് റെറ്റിനാൽ. അത് നേരെ നമ്മൾ എന്ത് പറ്റും, റെറ്റിനൽ എപ്പിത്തീലിയത്തിൽ പോയിട്ട് ട്രാൻസ് റെറ്റിനലായിട്ട് പാർട്ട് ഓഫ് ഇറ്റ് ബിക്കംസ് ദിസ് റെറ്റിനാൽ. ബ്ലഡ് ക്രോസ് ചെയ്തിട്ട് ഇറ്റ് വിൽ ബിക്കം എൻറ്ററിങ് ഇൻ ടു യുവർ ലിവർ വെർ ഇറ്റ് വിൽ ബി കൺവേർട്ട് ട്രാൻസ് റെറ്റിനോൾ. ആ റെറ്റിനോൾ സിസ് റെറ്റിനോൾ ആവും, അത് സിസ് റെറ്റിനാലാവും. ബ്ലഡ് ക്രോസ് ചെയ്ത് ചെറിയ റെറ്റിനൽ എപ്പിത്തീലിയത്തിലെത്തുന്നു, സിസ് റെറ്റിനാലായി. അതെന്ത് പറ്റും, 11 റെറ്റിനാലായിട്ട് ഫോട്ടോ റിസെപ്റ്ററിൽ എത്തുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി കൺവേർട്ട് ഇൻ റോഡോപ്സിൻ. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഹൗ ഇസ് യുവർ റോഡോപ്സിൻ ഫംഗ്ഷനിങ് ടു ഹെൽപ്പ് യു സീ ഇൻ ലൈറ്റ്. അതാണ് ഒരു ഉദ്ദേശിക്കുന്നത്. അതായത് റോഡ്സിനെയാണല്ലോ, റോഡ്സ് ഇസ് ഹെൽപ്പിംഗ് ടു ഗിവ് യു നൈറ്റ് വിഷൻ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇരുട്ടാണെങ്കിൽ യു ആർ ഏബിൾ ടു സീ തിങ്സ് പ്രോപ്പർലി, ദാറ്റ്സ് വിത്ത് ഹെൽപ്പ് ഓഫ് റോഡോപ്സിൻ പിഗ്മെൻറ്റ്. പക്ഷേ റോഡോപ്സിൻ പിഗ്മെൻറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ എ ഈസ് റിക്വയർഡ് ഇൻ അഡിക്വറ്റ് എമൗണ്ട്. അപ്പോൾ അതാണ് വോൾസ് വിഷ്വൽ സൈക്കിൾ. ഈ പടം വരച്ച് വെക്കാൻ ഓർക്കുക. So that's one of the major functions of vitamin A. Another function, dark adaptation mechanism. Same thing. നമ്മൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ when a person shifts suddenly from bright light to dimly light area, you are able to find that you have difficulty in seeing. But after some time you will be able to see properly. കാരണം ആ ഒരു ടൈം ലാഗ് എന്ന് പറയുന്നത് റോഡോപ്സിൻ റീസിന്തസൈസ് എടുക്കുന്ന ടൈം ലാഗാണ്. ഇറ്റ്സ് കോൾഡ് എസ് ഡാർക്ക് അഡാപ്റ്റേഷൻ ടൈം. അപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഓൾറെഡി ഒരു ലാഗ് ഉണ്ട്. വൈറ്റമിൻ എയും ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ എന്ത് പറ്റും, യു ആർ ക്രിയേറ്റിംഗ് അഡീഷണൽ ലാഗ്. ഓക്കെ, ശരി. പിന്നെ അഗെയിൻ അബൌട്ട് റോഡ്സ് ആൻഡ് കോൺസ് പറയാം, ഡിം ലൈറ്റ് ആൻഡ് കളർ വിഷൻ്റെ കാര്യം പറയാം. പിന്നെ എന്താ പറയാൻ പറ്റും, these were the major functions of vitamin A. If you talk about the minor functions, you can say that vitamin A is having a role in the regulation of gene expression and differentiation of tissues, and is used for the proper functioning of reproductive system. Then it has antioxidant property, അതായത് നമ്മുടെ ഫ്രീ റാഡിക്കൽസിനെ സ്കാവേജ് ചെയ്യാൻ പറ്റും. Then it is useful to prevent heart attacks, and finally it can help to maintain a normal epithelium. ശരി, ബയോകെമിക്കൽ ഫങ്ഷൻസ് ആയേ. നെക്സ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻസ് ഓഫ് വൈറ്റമിൻ എ. ഫോർ എക്സാമ്പിൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്. എന്താണ് നമ്മൾ പറഞ്ഞു, വൈറ്റമിൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും, ഡാർക്കിൽ കാണാൻ പറ്റും അല്ലേ, നൈറ്റ് വിഷൻ പറ്റും. വൈറ്റമിൻ ഇല്ലെങ്കിൽ എന്ത് പറ്റും, നൈറ്റ് ബ്ലൈൻഡ്നെസ്, യു വിൽ നോട്ട് ബി ഏബിൾ ടു സീ അറ്റ് നൈറ്റ് അല്ലേ. അപ്പോൾ എന്താ, സെറോഫ്താൽമിയ. സെറോ മീൻസ് ഡ്രൈ, ഓഫ്താൽമിയ മീൻസ് ഐസ്. അപ്പോൾ ഡ്രൈ ഐസ് അല്ലെങ്കിൽ കൺജങ്ക്റ്റൈവ ഗെറ്റിംഗ് ഡ്രൈ ആണ് സെറോഫ്താൽമിയ. ബൈറ്റോത്ത് സ്പോട്ട്സ്. എന്താ ബൈറ്റോത്ത് സ്പോട്ട്സ്, നമ്മുടെ കണ്ണ് നോക്കുമ്പോഴത്തേക്കും കൺജങ്ക്റ്റൈവയുടെ അടുത്തായിട്ട് യു ആർ ഏബിൾ ടു സീ ഗ്രേ വൈറ്റ് ട്രയാങ്കുലർ പ്ലാക്ക് ലൈക്ക് സ്ട്രക്ചർ. അതാണ് ബൈറ്റോത്ത് സ്പോട്ട്സ്. പിന്നെ കെറാറ്റോമെലേസിയ. ഇതെന്താ സംഭവം, വെൻ യു ഹാവ് സെറോഫ്താൽമിയ ഫോർ എ ലോങ് ടൈം യുവർ കോർണിയ വിൽ ഗെറ്റ് സോഫ്റ്റ്. ഇറ്റ്സ് കോൾഡ് എസ് കെറാറ്റോമെലേസിയ. അത് അടുത്തൊരു എന്താ പറയുക ഡെഫിഷ്യൻസി ഫീച്ചർ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ വൈറ്റമിൻ എ ആണ്. പിന്നെ യൂഷ്വലി നമ്മുടെ ഇന്ത്യൻ സിനാരിയോയിൽ ബിലോ ദി ഏജ് ഓഫ് 5 യു ആർ ഏബിൾ ടു സീ ബ്ലൈൻഡ്നെസ് ഇൻ കിഡ്സ്. പക്ഷേ ദാറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഡയറ്ററി ഇൻടേക്ക് ഓഫ് വൈറ്റമിൻ. അപ്പോൾ ഒരു സിംഗിൾ ഡോസ് വൈറ്റമിൻ കൊടുത്താൽ യു ആർ ഏബിൾ ടു ക്യൂർ. ദാറ്റ്സ് വാട്ട്സ് കോൾഡ് ആസ് പ്രിവെൻറ്റബിൾ ബ്ലൈൻഡ്നെസ്. Then if you go for the skin and mucous membrane lesions, you are able to see follicular hyperkeratosis. That is hyperkeratinization of epithelial line in the follicles. നമ്മുടെ ഫോളിക്കിൾസിൻ്റെ ലൈനിൽ എപ്പിത്തീൽ ഉണ്ടല്ലോ, അവിടെ കെരാറ്റിൻ വല്ലാണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹൈപ്പർ കെരാറ്റിനേസ് സംഭവിക്കുന്നു. ദാറ്റ്സ് അഗെയിൻ ബിക്കോസ് ഓഫ് വൈറ്റമിൻ ഡെഫിഷ്യൻസി. പിന്നെന്താ, ജനറലൈസ്ഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട് ബിക്കോസ് വൈറ്റമിൻ എ വാസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി നേച്ചർ. അപ്പോൾ വൈറ്റമിൻ എ ഇല്ലെങ്കിൽ എന്ത് പറ്റും, യു ആർ ഏബിൾ ടു സീ ഇൻഫ്ലമേഷൻസ്. ആൻഡ് യൂഷ്വലി വൈറ്റമിൻ എ നമുക്കറിയാം, നമ്മുടെ ഫേസ് ക്രീമിലൊക്കെ വൈറ്റമിൻ എ ഒരു എന്താ പറയുക കോമ്പൗണ്ട് ഉണ്ട് വിച്ച് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ആക്നെ ഡ്യൂറിങ് അഡോളസൻസ്. അപ്പോൾ വൈറ്റമിൻ എ അതിൻ്റെ ഒരു ഫംഗ്ഷനാണ് പ്രിവെൻറ്റിങ് ആക്നെ ഡ്യൂറിങ് യുവർ പ്യൂബർട്ടി സ്റ്റേജ്. അപ്പോൾ ഇതൊക്കെയാണ് വാട്ട് കൻ ഐ സേ ദി ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ എ. ദിസ് ഡെഫിഷ്യൻസീസ് ഓഫ് വൈറ്റമിൻ എ. അപ്പോൾ വൈറ്റമിൻ ഡി കവർ പോലെ വൈറ്റമിൻ എയുടെ ഹെഡിങ് വൈസ് ആയിട്ട് എഴുതാൻ ഓർക്കുക. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് ഇട്ടാൽ മതി. നമുക്ക് നെക്സ്റ്റ് എസ്സേ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. ഓക്കെ, സോ ദിസ് ഇസ് ദി മെറ്റബോളിസം ഓഫ് ഫിനൈലലൈൻ. എഗെയിൻ നമ്മൾ പറഞ്ഞു ഗ്ലൈസിൻ ഇഫ് ഇറ്റ്സ് ബീങ് ആസ്ക്ഡ് ആസ് എ വെരി ഫ്രീക്വൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആണല്ലേ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്ലൈസിൻ എന്താ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിലും ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആസ്ക് ചെയ്യുന്നൊരു ആരോമാറ്റിക് അമിനോ ആസിഡാണ് എന്ത്, ഫിനൈലലൈൻ. ഓക്കെ, ഫിനൈലലൈൻ ഇസ് ഓൾവേസ് ആസ്ക്ഡ് ആസ് എ ആരോമാറ്റിക് അമിനോ ആസിഡ്. അപ്പം ഫിനൈലിനെ ചോദിക്കാറുണ്ട്, അതിലുണ്ടാകുന്ന തൈറോസിനെ പറ്റി ചോദിക്കാറുണ്ട്, അതിലുണ്ടാകുന്ന കോമ്പൗണ്ട്സിനെ പറ്റി ചോദിക്കാറുണ്ട്, അതിനെ പറ്റിയുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം എപ്പോഴും
എസ് ആയിട്ട് ചോദിച്ചിട്ടില്ലെങ്കിൽ അവർ ഷോർട്ട് സെറ്റ് എങ്കിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ വാട്ട് ഇസ് ദ മെറ്റബോളിസം ഓഫ് ഫിനൈലിൻ? നമുക്കത് നോക്കാം. ഈ ഒരു ഡയഗ്രാം, ദിസ് കെൻ ഫെച്ച് യു ദി എൻറ്റയർ മാർക്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഫിനൈലിൻ്റെ കാറ്റബോളിസം. ഓക്കെ, അതെന്ത് സംഭവിക്കുക? നമുക്കറിയാം ഫിനൈലിനെ എന്ത് പറ്റും? ഇറ്റ് വിൽ ബി കൺവേർട്ട് ടൈറോസിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് എൻസൈം? ഫിനൈൽ പൈറുവേറ്റ് ഹൈഡ്രോക്സിലേസ് അല്ലേ? സോറി, ഫിനൈലിൻ ഹൈഡ്രോക്സിലേസ്. ഓക്കെ, അപ്പോൾ എന്താ? ടൈറോസിൻ വിൽ ബി കൺവേർട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് PLP ടു പാരാഹൈഡ്രോക്സി ഫിനൈൽ പൈറുവിക് ആസിഡ്. എന്നാൽ അവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു ഗ്ലൂട്ടാമിക് ആസിഡിനെ കിട്ടും. ഓക്കെ, പിന്നെ വിത്ത് ഹെൽപ്പ് ഓഫ് അസ്കോർബിക് ആസിഡ് കോ ഫാക്ടർ ആൻഡ് റിമൂവൽ ഓഫ് കാർബൺ ഡൈഓക്സൈഡ് മോളിക്യൂൾ ഐ എം ഗോയിങ് ടു ഗെറ്റ് ഹോമോജെനറ്റിക് ആസിഡ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ക്ലിനിക്കൽ പാർട്ട് പറയുമ്പോഴത്തേക്കും ദിസ് ഹാസ് എ സിഗ്നിഫിക്കൻസ്. ഇപ്പോൾ ഇവിടെ എന്ത് പറ്റും? യു ഗോയിങ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു മലൈൽ അസിറ്റോഅസിറ്റിക് ആസിഡ്. ഏത് എൻസൈം മലൈൽ അസിറ്റോഅസിറ്റിക് ആസിഡ് ഉണ്ടാക്കുന്നത്? ഇഫ് യു ക്യാൻ സീ, യു ക്യാൻ സീ ഇറ്റ് ഓവർ ഹിയർ. കണ്ടോ? ഹോമോജെനറ്റിക് ഓക്സിഡേസ് വിത്ത് ഹെൽപ്പ് ഓഫ് ദാറ്റ് എൻസൈം യു ഗോയിങ് ടു ക്രിയേറ്റ് മലൈൽ അസിറ്റോഅസിറ്റിക് ആസിഡ് അല്ലേ? ദെൻ ഒരു ഐസോമറൈസേഷൻ വഴി യു ഗോയിങ് ടു ക്രിയേറ്റ് ഫ്യൂമറൽ അസിറ്റിക് ആസിഡ്. And with the help of hydrolysis അല്ലെങ്കിൽ hydrolase, you want to split the compound to acetoacetic acid and fumaric acid. ഇതാണ് ദ കാറ്റബോളിസം ഓഫ് ഫിനൈലിൻ ആൻഡ് ടൈറോസിൻ. അപ്പോൾ ഫിനൈലിനെ പറ്റി ചോദിച്ചാലും ടൈറോസിനെ പറ്റി ചോദിച്ചാലും റിമെമ്പർ ദാറ്റ് യു നീഡ് ടു റൈറ്റ് ദിസ് സൈക്കിൾ കംപ്ലീറ്റ്ലി. ഇതാണ് കാറ്റബോളിസം, സോറി, മെറ്റബോളിസം ഓഫ് ഫിനൈലിൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ യു ക്യാൻ സി 15 മാർക്കിന് അവർ ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഡയഗ്രാം മാത്രം വരച്ചിട്ട് കാര്യമില്ല, ഇത് വരച്ച് വയ്ക്കാൻ വേണം. ഇതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണം. ക്ലിയർ ആയല്ലോ? ശരി, ഇനി നമുക്കടുത്ത എസ് ക്വസ്റ്റിലേക്ക് പോയാലോ. ഈ സ്ട്രക്ചേഴ്സ് തന്നെ പേടിക്കേണ്ട, ഈ സ്ട്രക്ചേഴ്സ് വരച്ചേക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കോമ്പൗണ്ട് എഴുതുക, എൻസൈം എഴുതുക, ആ റിയാക്ഷൻ എന്ന് അറിഞ്ഞിരിക്കുക. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 2 ട്രാൻസാമിനേഷൻ ആയിരുന്നു. ട്രാൻസാമിനേഷൻ സൈഡിൽ എഴുതി വയ്ക്കുക. പിന്നെ എന്താ? പ്രൊഡക്ഷൻ ഓഫ് ഹോമോജെനറ്റിക് ആസിഡ് സ്റ്റെപ്പ് നമ്പർ 3 സൈഡിൽ എഴുതി വയ്ക്കുക. ക്ലീവേജ് ആണ് സംഭവിക്കുക. പിന്നെ കൊണ്ട് ക്രിയേറ്റ് യുവർ മലാസിറ്റിക് ആസിഡ് അല്ലേ? ഡയഗ്രാംസ് ഒക്കെ വേണോ? എടാ, ഈ കോമ്പൗണ്ടാണ് ഇതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വേണ്ട കേട്ടോ, ഇത് വേണ്ട. ജസ്റ്റ് നെയിം ഓഫ് ദ കോമ്പൗണ്ട് വേണം, കറസ്പോണ്ടിങ് എൻസൈം വേണം. ഫ്ലോ ചാർട്ട് പഠിച്ച് ധാരാളം. നമ്മൾ കോമ്പൗണ്ട് പേര് എഴുതുക, കറസ്പോണ്ടിങ് എൻസൈമിന് വേറൊരു കളറിൽ എഴുതുക, അടുത്ത കോമ്പൗണ്ട് പേര് എഴുതുക, അത്രയും മതി. ഓക്കെ, ഈ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോ ഫാക്ടേഴ്സിനെ കൊടുത്തിട്ടില്ലേ, അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ ഓർക്കുക, അത്രയും മതിയാവും. ഓക്കെ, അല്ലാതെ ഈ കെമിക്കൽ സ്ട്രക്ചേഴ്സ് ഒന്നും വേണ്ട. ഓക്കെ, ഈ ഫ്ലോ ചാർട്ട് വരച്ച് വയ്ക്കുക, കോമ്പൗണ്ട്സ് എഴുതി പോവുക, വേറൊരു കളർ വെച്ച് അതിന് എൻസൈംസ് എഴുതാൻ മറക്കരുത്, അത്രയേ ഉള്ളൂ. പിന്നെ ഓരോ സ്റ്റെപ്പിൽ നിന്ന് റിയാക്ഷൻ അറിയണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രാൻസാമിനേഷൻ ആണ് സ്റ്റെപ്പ് നമ്പർ 2. ഓക്കെ, ടൈറോസിൻ ഇതിങ്ങനെ PPH ആകുമ്പോഴത്തേക്ക് അത് ട്രാൻസാമിനേഷൻ ആണ്. പിന്നെ ഹോമോജെനറ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അല്ലെങ്കിൽ ഹോമോജെനറ്റിക് ആസിഡ് ആകുമ്പോഴത്തേക്ക് ഈ റിംഗ് ഒന്ന് തുറക്കുമ്പോഴാണ് ഈ കോമ്പൗണ്ട് ആവുന്നത്. സോ ഇറ്റ്സ് ക്ലീവേജ് ഓഫ് റിംഗ് ഹാപ്പനിങ് ദർ. പിന്നെ ഇത് ജസ്റ്റ് ഒരു ഐസോമറൈസേഷൻ റിയാക്ഷൻ ആണ്. അതൊന്ന് ഇവിടെ സൈഡിൽ എഴുതി വെച്ചിരുന്നാൽ മതി, ഐസോമറൈസേഷൻ, അത്രയും മതി. ഈ ഫ്ലോ ചാർട്ട് എഴുതി വയ്ക്കുക, ഈ ഓരോരോ ലൈനായിട്ട് മെൻഷൻ ചെയ്ത് പോകുക, അത് തന്നെ ധാരാളമാണ് 15 മാർക്കിന്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അതൊരു എസ് എ ക്വസ്റ്റ്യൻ കവർ ചെയ്യും നമ്മൾ. അടുത്ത എസ് എ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? റെഡി, ശരി. അപ്പോൾ നെക്സ്റ്റ് എസ് എ ക്വസ്റ്റ്യൻ വുഡ് ബി എവിടെ? ഓക്കെ, describe by a flow diagram the reactions of glycolysis by giving names of enzymes involved. Explain its regulation. Add a note on the energetic in aerobic and anaerobic conditions. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ കൺസിസ്റ്റിംഗ് ഓഫ് മൾട്ടിപ്പിൾ സബ് ക്വസ്റ്റ്യൻസ് ആണല്ലേ. അപ്പോൾ എപ്പോഴും എഴുതുമ്പോഴത്തേക്ക് മേക്ക് ഷുവർ യു അറ്റൻഡ് ഓൾ ദ പാർട്സ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ. ശരി, അപ്പോൾ ഗ്ലൈക്കോളിസ് ചോദിച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ച അതേ റിയാക്ഷനാണ് ഈ റിയാക്ഷൻ, റൈറ്റ്? ഈ ഒരു റിയാക്ഷൻ ഗ്ലൈക്കോളിസിന് ഇതേപോലെ എഴുതി വയ്ക്കുക. റിമെമ്പർ ടു റൈറ്റ് ഈച്ച് കോമ്പൗണ്ട് ആൻഡ് ദ കറസ്പോണ്ടിങ് എൻസൈംസ് വിത്തൗട്ട് എനി എറർ. ഇനി ഇവിടെ നമ്മൾ മിസ് ചെയ്യേണ്ടാത്തൊരു പോയിൻ്റാണ് ദ സ്റ്റെപ്സ് വെർ യു ആർ ആഡിങ് ATP ആൻഡ് ദ സ്റ്റെപ്സ് വെർ യു ആർ ഗെറ്റിംഗ് ATP. അത് സെപ്പറേറ്റ്ലി എഴുതി പോകണം. ഈ ഒരു ഫ്ലോ ചാർട്ട് വരച്ച് വയ്ക്കുക. റൈറ്റ് ദ കോമ്പൗണ്ട്സ്, റൈറ്റ് ദി മെറ്റൽസ് ബീങ് ആഡഡ് ഓർ റിമൂവ്ഡ് ആൻഡ് റൈറ്റ് ദി എൻസൈംസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് ക്ലിയർ ചെയ്തു അല്ലേ? യു ഡ്രൂ എ ഫ്ലോ ഡയഗ്രാം ഓഫ് ഗ്ലൈക്കോളിസിസ്. ശരി, പിന്നെ എന്താ അവർ ചോദിച്ചേ? ദേ ഹവ് ആസ്ക്ഡ് ബൈ ഗിവിംഗ് നെയിംസ് ഓഫ് എൻസൈംസ് ഇൻവോൾവ്. നമ്മൾ ഫ്ലോ ചാർട്ടിന് കൂടെ തന്നെ എന്ത് ചെയ്തു? എൻസൈംസിനെ ആഡ് ചെയ്ത് വെച്ചു. അത് ഓക്കെ. എക്സ്പ്ലെയിൻ ഇറ്റ്സ് റെഗുലേഷൻ. ഓക്കെ, ഗ്ലൈക്കോളിസിൻ്റെ റെഗുലേഷൻ എങ്ങനെയാണ് ചെയ്യുക? ഇത് കണ്ടോ?
ബയോകെമിസ്ട്രി വേറൊരു ഗുണമാണ്, ദർ ആർ സോ മെനി ടേബിൾസ് ആൻഡ് സോ മെനി ഫ്ലോ ചാർട്ട്സ്. അത് വരച്ചിട്ട് തന്നെ ദ എക്സാമിനർ കംസ് ടു നോ ഓക്കെ ഈ സ്റ്റുഡൻറ്റിന് ഇത് അറിയാം. അപ്പോൾ നമ്മൾ ഫിസിയോളജി അനാട്ടമിയൊക്കെ പോലെ എസ് എഴുതിയിരിക്കേണ്ട. യു ക്യാൻ ഓൾവേസ് മേക്ക് യുവർ ബയോകെമിസ്ട്രി ആൻസർ ഷോർട്ട് ആൻഡ് ക്രിസ്പ്. ഇത് കണ്ടോ, റെഗുലേറ്ററി എൻസൈംസ് ഓഫ് ഗ്ലൈക്കോളിസിസ്. ഈ എൻസൈംസ് നമ്മുടെ കീ എൻസൈംസ്. ഈ എൻസൈംസിനെ ആക്ട് ചെയ്യുന്ന ആൾക്കാരാണിത്, റെഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണിത്. അപ്പോൾ യു ക്യാൻ സേ ദീസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് വിൽ റെഗുലേറ്റ് ദ സൈക്കിൾ. ഫോർ എക്സാമ്പിൾ, ഇൻസുലിൻ കൊടുക്കാൻ വിചാരിച്ചോ, എന്ത് പറ്റും, എൻ്റെ GK ആക്ടിവേറ്റ് ആവുകയാണ്. ഗ്ലൂക്കോൺ കൊടുത്ത് എന്ത് പറ്റും, എൻ്റെ GK ഇൻഹിബിറ്റ് ആവുകയാണ്. സോ ദർ വിൽ ബി കറസ്പോണ്ടിങ് ഇഫക്റ്റ് ഓൺ മൈ സൈക്കിൾ അല്ലേ. ഫോർ എക്സാമ്പിൾ PK, പൈറുവേറ്റ് കൈനേസ്. ഇൻസുലിൻ കൊടുക്കുകയാണ്, പൈറുവേറ്റ് കൈനസിൽ ആക്ടിവേറ്റ് ആവുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുക, ഓക്കെ പൈറുവേറ്റ് കൈനസ് ആണെങ്കിൽ ദ റിയാക്ഷൻ മൂവ്സ് ഓൺ. അപ്പോൾ ഇൻസുലിൻ കൊടുത്തു ദ റിയാക്ഷൻ മൂവ്സ് ഓൺ. എന്നാൽ ഗ്ലൂക്കാഗോണോ ATPയോ സൈക്ലിക് AMP കൊടുത്താൽ എന്ത് പറ്റും, എൻ്റെ എൻസൈം ഇൻഹിബിറ്റ് ആവും. അപ്പോൾ സൈക്കിൾ മുന്നോട്ട് പോകണില്ല. അപ്പോൾ when they ask about regulation of a cycle, remember how will a compound affect the enzyme, that will be the effect on a cycle. മനസ്സിലായോ? ശരി, അപ്പോൾ റെഗുലേഷനും കഴിഞ്ഞു നമ്മൾ. ഇനിയിപ്പോൾ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, add a note on the energetics. Okay, what is the energy അല്ലെങ്കിൽ what is amount of ATP you get? ഇത് കണ്ടോ, അനേറോബിക് കണ്ടീഷനിലെ കാര്യം പറയാം ആദ്യമേ. അനേറോബിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇല്ല അല്ലേ. 1 molecule of glucose will be converted to 2 molecules of lactate and this net yield of 2 molecules of ATP അല്ലേ. വൈ ഇസ് ദർ എ നെറ്റ് yield of 2 molecules of ATP? കാരണം 4 molecules of ATP are made by 2 substrates. സ്റ്റെപ്പ് നമ്പർ 6 and 9 സബ്സ്ട്രേറ്റിൽ ഫോസ്ഫോറിലേഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് സ്റ്റെപ്പിൽ നിന്ന് സബ്സ്ട്രേറ്റിൽ നിന്ന് ഫോസ്ഫറസ് എടുത്ത് ADPക്ക് ആഡ് ചെയ്ത് ATP ഉണ്ടാകുന്നുണ്ട്. അപ്പം ഗെറ്റിംഗ് 4 molecules of ATP. പക്ഷെ എന്ത് പറ്റി, ഞാൻ സ്റ്റെപ്പ് നമ്പർ 1 and 3 എന്ത് പറ്റും, 2 ATP യൂസ് ചെയ്യും. 4 - 2 ATP മാത്രമായിരിക്കും നെറ്റ് yield. പക്ഷേ ഇതെന്താ അനേറോബിക് കണ്ടീഷനിൽ മാത്രം. വാട്ട് ഇഫ് ഐ ഹാവ് ഓക്സിജൻ പ്ലെൻറ്റി, അതായത് ഐ എം ഹാവിങ് എയറോബിക് കണ്ടീഷൻ. അപ്പോൾ എന്താ പറ്റുക, യു ആർ ഗോയിങ് ടു ഹാവ് ദ ഇൻ്റർവെൻഷൻ ഓഫ് NADH ദർ. അപ്പോൾ എന്തായി 2.5 ATPയും കൂടായി. സോ ഹാവ് എ നെറ്റ് ഗെയിൻ ഓഫ് 7 ATP ഇൻ എയറോബിക് കേസ്. അപ്പം എനർജറ്റിക്സ് എഴുതുമ്പോഴത്തേക്കും അനേറോബിക് എയറോബിക്കും സെപ്പറേറ്റ്ലി എഴുതാൻ ഓർക്കുക. ഈ 7 ATP കൊണ്ട് നിൽക്കുന്നില്ല കേട്ടോ. അതായത് ദെൻ എയറോബിക് കണ്ടീഷൻസ് പൈറുവേറ്റ് എന്ത് പറ്റും, ഇറ്റ് വിൽ ബി കൺവേർട്ട് ടു അസിറ്റൈൽ CoA. അത് TS സൈക്കിളിൽ പോയിട്ട് കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഉണ്ടാവും. അപ്പം ഗെറ്റിംഗ് നെറ്റ് amount of 32 ATP. മനസ്സിലായോ? അപ്പം ഒരു അനേറോബിക് കണ്ടീഷനിൽ വേണം ജസ്റ്റ് ഗെറ്റ് 2 ATP. എയറോബിക് കണ്ടീഷൻ എന്താ പറ്റുക, ഐ ആം ഗോയിങ് ടു ബി ഗെറ്റിംഗ് 32 ATPs. അപ്പോൾ ഗ്ലൈക്കോളിസിസ് വരുമ്പോഴാണ് എനർജറ്റിക്സ് എഴുതുമ്പോഴത്തേക്കും യു നീഡ് ടു സെപ്പറേറ്റ്ലി റൈറ്റ് അബൌട്ട് എന്താ എയറോബിക് ആൻഡ് അനേറോബിക് കേസ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും കാര്യം ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. ശരി, നെക്സ്റ്റ് ലെറ്റ്സ് ഗോ ഫോർ ദ നെക്സ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ. ഡിഫൈൻ ബീറ്റ ഓക്സിഡേഷൻ. എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻസ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ ഓഫ് പാലമെറ്റിക് ആസിഡ് ആഡ് ഓൺ എനർജറ്റിക്സ് അല്ലേ. ഓൾറെഡി കവർ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ യു ക്യാൻ സി ഇറ്റ് ഇസ് റിപ്പീറ്റിംഗ് ഫോർ സെക്കൻഡ് ടൈം. അപ്പോൾ റിമെമ്പർ ടു ഗിവ് എക്സ്ട്രാ സ്ട്രെസ് ടു ദ ബീറ്റ ഓക്സിഡേഷൻ ക്വസ്റ്റ്യൻ. കാരണം എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന എസ്സേ ആണ്. ഓൾവേസ് MBBS വെൻ യു ആർ റൈറ്റിംഗ് അബൌട്ട് ദ യൂണിവേഴ്സിറ്റി എക്സാം ഇറ്റ്സ് ഓൾവേസ് എ ഗെയിം ഓഫ് റിപ്പിറ്റേഷൻ. എക്സാം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും റിപ്പീറ്റായി കാണുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ബീറ്റ ഓക്സിഡേഷൻ നമുക്ക് പറയാം, നമ്മളിപ്പോൾ 2ാം തവണ വന്നേക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം, never skip beta oxidation when you go for the university examination. ശരി, well let's go for the next essay question. ഇതെന്താ, explain detailed glycogenesis, glycogenolysis, mention the enzyme defects in any 2 of the glycogen diseases. ശരി, അപ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താ, ഗ്ലൈക്കോജെനസിസ് ആണല്ലേ. ഓഡിയോയും വീഡിയോയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, glycogenesis. So what is glycogenesis? Synthesis of glycogen അല്ലേ. You are going to create glycogen. എങ്ങനെ സംഭവിക്കുക, അതിനാണ് നമ്മൾ ഈ റിയാക്ഷൻ ഉപയോഗിക്കുക. കണ്ടോ, ഇതാട്ടെ സിന്തസിസ് ഓഫ് ഗ്ലൈക്കോജൻ. കണ്ടോ, അതായത് നമ്മൾ ഗ്ലൈക്കോജനായ ഒരു പ്രൈമർ മോളിക്യൂളിനെ ഉപയോഗിക്കുന്നു. UDP ഗ്ലൈക്കോജൻ സിന്തേസ് വഴി യു ഗോയിങ് ടു ആഡ് മോളിക്യൂൾ ഓഫ് ഗ്ലൈക്കോജൻ ടു ഗ്ലൈക്കോജൻ, ഐ മീൻ ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജനിൻ. പിന്നെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്രാഞ്ചിങ് എൻസൈം നമ്മൾ ഒരു 6 ഗ്ലൂക്കോസ് റെസിഡ്യൂസ് ട്രാൻസ്ഫർ നമ്മൾ ന്യൂ ബ്രാഞ്ച് ഉണ്ടാക്കുന്നു. ദാറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് alpha-1,6 ലിങ്കേജസ്. അപ്പോൾ എന്തായി, യു ഗോയിങ് നൗ ദ മോളിക്യൂൾ ബി ആക്ട് അപ്പോൺ ബൈ ഗ്ലൈക്കോജൻ സിന്തേസ് ആൻഡ് ബ്രാഞ്ചിങ് എൻസൈം. അപ്പോൾ യു ഗോയിങ് ടു ക്രിയേറ്റ് ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ alpha-1,4 ലിങ്കേജ്
ലിങ്കേജും ഉണ്ട്, ആൽഫ 1,6 ലിങ്കേജും ഉണ്ട് അല്ലേ. ഇതോടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ കവർ ചെയ്ത ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടായി ഓരോ റിയാക്ഷൻ എന്തുകൊണ്ട് എങ്ങനെ വരുന്നതെന്നല്ലേ. അപ്പോൾ ആ പോയിന്റ്സ് കവർ ചെയ്യാൻ മറക്കരുത്. ഇവിടെ ഈ പടം വരച്ചേക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഈ ഫൈനൽ ഡയഗ്രാം ഓഫ് ഗ്ലൈക്കോജൻ, ബിക്കോസ് ഇറ്റ് ഷോസ് യു ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗ്ലൈക്കോജൻ ഇൻ ദ കോർ ആൻഡ് ദ കറസ്പോണ്ടിങ് ബ്രാഞ്ചസ് ഇൻ ദി സറൗണ്ടിങ്. അപ്പോൾ ഗ്ലൈക്കോജൻ സിന്തസിസ് വരുമ്പോഴത്തേക്കും ഈ ഒരു ഫ്ലോ ചാർട്ട് വരച്ചേക്കുക. എൻസൈംസിനെ പറ്റി എഴുതാൻ മറക്കരുത്. ഇവിടെ ഇപ്പോൾ ആൽഫ 1,6 ആൽഫ 1,4 വൃത്തിക്ക് എഴുതുന്നില്ലെങ്കിലും ആഫ്റ്റർ യു ഡ്രോ ദ ഡയഗ്രാം റൈറ്റ് അബൌട്ട് വാട്ട് വിൽ യു ഡു വെൻ യു ഹാവ് എൻ ആൽഫ 1,4 linkage and what will you do when you have an alpha 1,6 linkage separately. Okay, the glycogen synthesis ആണ്. അപ്പോൾ what can I do for glycogen lysis? അപ്പോൾ അടുത്ത ഡയഗ്രാമായി under glycogen molecule with alpha 1,4 linkage and alpha 1,6 linkage എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റിനെ സീക്വൻഷ്യലി റിമൂവ് ചെയ്യും നമ്മൾ with the help of glycogen phosphorylase. Now what will happen? When I start to break it, I have reached a branch point. ബ്രാഞ്ച് എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? എൻ്റെ എൻസൈം വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറ്റും? ട്രാൻസ്ഫറസ് എൻസൈം വരും ടു ട്രാൻസ്ഫർ ദിസ് ബ്രാഞ്ച്, റിമൂവിങ് ദ ബ്ലോക്ക് ഫോർ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ്. പിന്നെയും യു ആർ ഗോയിങ് ടു എന്താ പറയുക, ഡി ബ്രാഞ്ചിങ് എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ഈ ബ്രാഞ്ചിനെ ക്ലീവ് ചെയ്ത് നമ്മൾ ഗ്ലൂക്കോസ് ആയിട്ട് റിമൂവ് ചെയ്ത് പോകും. Now what will happen? ഈ ഫോസ്ഫോറിലേസ് can further act, കാരണം ബ്രാഞ്ച് ഇല്ലല്ലോ. പിന്നെയും ക്ലീവ് ചെയ്ത് ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റിനെ റിലീസ് ചെയ്യും. ആൻഡ് ഫൈനലി ഈ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റിനെ എന്താക്കാം? ഗ്ലൂക്കോസ് ആക്കാം. ഇതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ്. സോ റിമെമ്പർ, കൺഫ്യൂഷൻ വരുന്നൊരു പോർഷനാണ് വാട്ട് വിൽ ഹാപ്പൻ വെൻ എ ബ്രാഞ്ച് കംസ് ദർ. റിമെമ്പർ, ബ്രാഞ്ച് വരുമ്പോൾ നമ്മൾ ട്രാൻസ്ഫറസ് എൻസൈമിനെ ഉപയോഗിച്ച് ആ ബ്രാഞ്ചിനെ മാറ്റും. ആ മാറ്റിയ ബ്രാഞ്ച് നമ്മൾ പിന്നെയും ഗ്ലൂക്കോസിൽ ക്ലീവ് ചെയ്യും. ബ്രാഞ്ച് മാറ്റിയപ്പോഴത്തേക്കും ക്ലിയർ ആയി. അപ്പോൾ പിന്നെയും ഫോസ്ഫറസ് എൻസൈം വന്നിട്ട് ഇറ്റ് വിൽ കണ്ടിന്യൂ ക്ലീവിങ്. Okay, this is glycogen, no lysis. I have broken down glycogen to glucose. Now the next question what was there is mention the enzyme defects in any two of the glycogen storage disease. Glycogen storage diseases usually യൂക്ലിഡ് ചോദിക്കുന്നത് glycogen storage disease called von jerk ആണ്. പക്ഷേ ഇവിടെ ചോദിച്ചേക്കുന്നത് രണ്ടെണ്ണം പഠിച്ചേക്കണം അല്ലേ. അപ്പോൾ 1 mark question നമ്മൾ glycogen storage diseases they have asked 2 or 3. So try to remember at least 3 glycogen storage diseases. Detail വേണ്ട, what is the name of the disease, what is the enzyme deficient, അത്രയും മതി. ഓക്കെ, അതിൽ ഈ വോൺ ജേർക്സ് മാത്രം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, കാരണം ഇറ്റ്സ് എ സെപ്പറേറ്റ് എസ്സേ ക്വസ്റ്റ്യൻ. പക്ഷേ ഇഫ് വെൻ ദേ ആസ്ക് എ 1 mark question, ലേൺ 2 more. ഫോർ എക്സാമ്പിൾ പോംപേസ് ഡിസീസ് പഠിച്ചു വയ്ക്കാം. ഇറ്റ്സ് ടൈപ്പ് 2 എന്താ പറയുക ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ്. ബട്ട് യു ഹാവ് എ ഡെഫിഷ്യൻ എൻസൈം കോൾഡ് എസ് ലൈസോസോമൽ മാൾട്ടേസ്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് ഞങ്ങളുടെ സെഷനിൽ വന്നൊരു 1 mark question ആയിരുന്നു പോംപേസ് ഡിസീസിൽ ഡെഫിഷ്യൻ എൻസൈം ഏതാണെന്ന്. പിന്നെ വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാൻ പറ്റുന്നത് ഹേഴ്സ് ഡിസീസാണ്, വെർ ലിവർ ഫോസ്ഫോറിലേസ് ഇസ് ദ ഡെഫിഷ്യൻ എൻസൈം. അപ്പോൾ സെപ്പറേറ്റ്ലി 1 mark ചോദിക്കാം, പാർട്ട് ഓഫ് എൻ എസ് സി ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഐ ഹോപ്പ് ദിസ് എസ് എ ക്വസ്റ്റൻ ഇസ് ക്ലിയർ. ഷാൽ വി മൂവ് ഓൺ? ശരി, അടുത്ത എസ് എ ക്വസ്റ്റനിലേക്ക് പോവുകയാണ് നമ്മൾ. ആസ് യു ക്യാൻ സി, ഡിസ്ക്രൈബ് ദ സോഴ്സ്, ഡയറ്ററി റിക്വയർമെൻറ്റ്സ്, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് ചോദിക്കണേ. ശരി, സോ വി ആർ ബാക്ക്. അപ്പോൾ നെക്സ്റ്റ് എസ് എ ക്വസ്റ്റൻ ആണ്. ആസ് യു ക്യാൻ സി, ദ സോഴ്സ്, ഡയറ്ററി റിക്വയർമെൻറ്റ്സ്, ബയോകെമിക്കൽ ഫംഗ്ഷൻസ്, ഡെഫിഷ്യൻസി, മാനിഫെസ്റ്റേഷൻസ് ഓഫ് വൈറ്റമിൻ എ. ഓൾറെഡി കവർ ടോപ്പിക്കാണ്. സോ യു ക്യാൻ സി ബീറ്റ ഓക്സിഡേഷൻ പോലെ തന്നെ ഇറ്റ് ഹാസ് ബീൻ കവേർഡ് ഫോർ ദ സെക്കൻഡ് ടൈം. അപ്പോൾ എഗെയിൻ അലോങ് വിത്ത് ബീറ്റ ഓക്സിഡേഷൻ ഗിവ് എക്സ്ട്രാ സ്ട്രെസ് ടു വൈറ്റമിൻ എ. ശരി, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകുമ്പോഴത്തേക്കും എനുമറേറ്റ് ദ കോമ്പണൻസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. നമ്മൾ പഠിച്ച ETC, ഇതിൻ്റെ കോമ്പണൻസിനെ എന്യൂമറേറ്റ് ചെയ്യുക, സിന്തസിസ് ഓഫ് ATPനെ പറ്റി പറയുക, കുറച്ച് ഇൻഹിബിറ്റേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക, മെൻഷൻ 2 examples of uncouplers. So it's a question having sub-questions. First, enumerate the compounds of ETC. This diagram explains your entire essay question. What are the components of your ETC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ you have multiple complexes which helps to create ETC. For example, complex number 1 as you can see, which is your NADH dehydrogenase complex. Complex number 2 അത് ഇവിടെ മെൻഷൻ ഡയഗ്രത്തിൽ കൊടുത്തിട്ടില്ല, അതായത് ഇറ്റ് വാസ് ആക്ച്വലി സക്സിനേറ്റ് ഡിഹൈഡ്രോജനേസ് കോംപ്ലെക്സ്. പിന്നെ കോംപ്ലെക്സ് നമ്പർ 3, കോംപ്ലെക്സ് നമ്പർ 4. അപ്പോൾ ഈ കോമ്പണൻസ് ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡയഗ്രാം വരച്ച് വയ്ക്കാൻ മറക്കരുത്. So as you can see, it's a mitochondria with outer membrane, inner membrane, intermembrane space. Inner membrane എന്ത് നമ്മുടെ ETC ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ you're getting complex number 1, complex number 3 and 4. ഇതിനിടയ്ക്കാണ് complex number 2 വരിക.
As you can see, electron flows are happening from NADH, and as the electron flows from each compound, you are going to pump corresponding amount of H plus. Finally, electrons എടുത്തു O2 എടുക്കുന്നു, and that will help to create a gradient over here. കുറേ H plus ഇവിടെ അക്യുമുലേറ്റ് ആവുന്നു, ഇവിടെ H plus ഉണ്ടാവുന്നില്ല, അപ്പോൾ ഗ്രേഡിയൻ്റ് ഉണ്ടാവുന്നു. ഈ H plus പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നു, അതിന് കോംപ്ലക്സ് നമ്പർ 5 ഉപയോഗിക്കുന്നു. ആ കോംപ്ലക്സ് നമ്പർ 5 വെച്ച് ഓൾ ഒരു H plus കംസ് ഔട്ട്. ആ ഒരു ഗ്രേഡിയൻ്റ് ബ്രേക്കിങ്ങിൻ്റെ എനർജി ഉപയോഗിച്ച് എന്ത് പറ്റും, ADP നമ്മൾ ATP ഉണ്ടാക്കുന്നു. അപ്പോൾ ദിസ് ഇസ് എ നെറ്റ് ഐഡിയ അബൌട്ട് ETC. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ എഴുതണം, ഓരോ കോമ്പൗണ്ട് ഇപ്പോൾ ഡീറ്റെയിൽ എഴുതി പോകണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് വാട്ട് ഇസ് ദ കോമ്പൗണ്ട്, വാട്ട് ഇസ് ദി എൻസൈം, വാട്ട് ഇസ് ദ കോംപ്ലെക്സ്, വാട്ട് ഇസ് ദ കോമ്പൗണ്ട് ബീങ് യൂസ്ഡ്, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ബീങ് പംപ്ഡ്, ഹൗ മെനി പ്രോട്ടോൺസ് ആർ ബീങ് പംപ്ഡ്, ഇത്രയും പഠിച്ചു വയ്ക്കുക. ടു വിച്ച് കോംപ്ലെക്സ് ഇസ് ഇറ്റ് ഗോയിങ് നെക്സ്റ്റ്, ഇത്ര എഴുതണം ഒരു എന്താ പറയുക കോംപ്ലെക്സ് ചോദിക്കുമ്പോൾ. അങ്ങനെ 1 2 3 4 പറ്റി എഴുതുക. 5 എത്തുമ്പോഴത്തേക്കും ഡോണ്ട് ഫർഗെറ്റ് റൈറ്റ് അബൌട്ട് കെമി ഓസ്മോട്ടിക് തിയറി. കെമി ഓസ്മോട്ടിക് തിയറിയാണ് വിച്ച് ഷോസ് ദ മെക്കാനിസം ഓഫ് ATP. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയുക കോംപ്ലക്സിൽ കൂടെ ആര് പോകുന്നു, പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ആവുന്നു. ആ എനർജി ഉപയോഗിച്ച് ADPയിലേക്ക് ഫോസ്ഫറസിനെ ആഡ് ചെയ്ത് ക്രിയേറ്റിംഗ് ATP. അത് പറയാൻ മറക്കരുത്. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹാസ് ബീൻ ആസ്ക്ഡ് അബൌട്ട് ദി ഇൻഹിബിറ്റേഴ്സ് ഓഫ് ETC. അതാണ് ഈ ടേബിൾ. ഓക്കെ, ഈ ടേബിൾ മൊത്തത്തിൽ വേണ്ട, ലേൺ അറ്റ്ലീസ്റ്റ് 4 ഇൻഹിബിറ്റേഴ്സ്, അതായത് ഓർ ട്രൈ ടു ലേൺ 2 per കോംപ്ലക്സ്. ഫോർ എക്സാമ്പിൾ, കോംപ്ലക്സ് 1 ആയ നമ്മുടെ NADH ഡീഹൈഡ്രോജനേസ് ഇൻഹിബിറ്റേഴ്സ് ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് ബാർബിറ്റുറേറ്റ്സ്, അത് എഴുതാം. പിന്നെ നമുക്ക് എന്ത് എഴുതാം, വേണമെങ്കിൽ റൊട്ടിനോൺ എഴുതാം. ഓക്കെ, 2 എണ്ണം ഫോർ ദ കോംപ്ലക്സ് നമ്പർ 1. കോംപ്ലക്സ് നമ്പർ 2 ടു എന്താ പറയുക ഉബിക്വിനോൺ ആണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് കാർബോക്സിൽ. ശരി, കോംപ്ലക്സ് 3 സൈറ്റോക്രോം C ആണെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ BAL ബ്രിട്ടീഷ് ആൻറ്റി ലൂസൈറ്റ് ആൻഡ് ആൻറ്റിമൈസിൻ ക്യാൻ ബി എൻ എക്സാമ്പിൾ. പിന്നെ കോംപ്ലക്സ് 4 ആണെങ്കിൽ സയനൈഡും അസൈഡ്സും എടുക്കാം. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് എന്താ പറയുക ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ലേൺ അറ്റ്ലീസ്റ്റ് 4 ആൻഡ് ലേൺ 2 per കോംപ്ലക്സ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് 1 mark question on uncouplers. Uncouplers-ൻ്റെ എക്സാമ്പിൾസ് 2,4-dinitrophenol, 2,4-dinitocresol. ഇതാണ് പഠിച്ചു വയ്ക്കുക. ഇൻ കേസ് ഇത് രണ്ടും കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. നാച്ചുറൽ എന്താ പറയുക അൺകപ്ലേഴ്സ് ചോദിക്കുന്നെങ്കിൽ നമുക്ക് എപ്പോഴും എഴുതാൻ പറ്റുന്ന 2 എക്സാമ്പിൾസ് ആണ് ആര്, തെർമോജനിൻ ആൻഡ് തൈറോക്സിൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു essay question കവറായി. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇതായിരുന്നു അബൌട്ട് യുവർ ETC essay. ശരി, ഓക്കെ. നെക്സ്റ്റ് essay question എന്താ, എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻ ഓഫ് ഗ്ലൈക്കോജനസിസ് ആൻഡ് ഗ്ലൈക്കോജനലൈസിസ് ഇൻ 4 diagrams. എക്സ്പ്ലെയിൻ ഹൗ ദ പ്രോസസ് റെഗുലേറ്റഡ്. പിന്നെയും ദ സെയിം ക്വസ്റ്റൻ ഹാസ് ബീൻ റിപ്പീറ്റ് അല്ലേ, ഗ്ലൈക്കോജനസിസ് ആൻഡ് ഗ്ലൈക്കോജനോലൈസിസ് രണ്ടും ചോദിച്ചിട്ടുണ്ട് പിന്നെയും. അപ്പോൾ എല്ലാം ബീറ്റ ഓക്സിഡേഷൻ ആൻഡ് വൈറ്റമിൻ A ഫോക്കസ് ദീസ് 2 റിയാക്ഷൻസ് ആസ് വെൽ. അടുത്ത ക്വസ്റ്റ്യൻ, ട്രേസ് ദ പാത്ത് ഓഫ് ഗ്ലൂക്കോജനസിസ് ഫ്രം അലനൈൻ. ഓക്കെ, അപ്പം നോർമലി ഗ്ലൂക്കോജനസിസ് അവർ എന്താ പറയുക സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. ദേ ഹാവ് ആസ്ക്ഡ് ട്രേസ് ദ പാത്ത് ഓഫ് ഗ്ലൂക്കോനിയോജെനസിസ് ഫ്രം അലനൈൻ. ഓക്കെ, നേരത്തെ നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, ബീറ്റ ഓക്സിഡേഷൻ ഫ്രം പാൽമിറ്റേറ്റ് എന്ന് സെപ്പറേറ്റ്ലി ചോദിച്ചത്. അതുപോലെ തന്നെ വേറൊരു ട്രാപ്പാണ് ഫ്രം അലനൈൻ സെപ്പറേറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ജസ്റ്റ് 1 എന്താ പറയുക ചേഞ്ച്, അതായത് ഫ്രം അലനൈൻ. അപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ആ സ്റ്റെപ്പ് contains the enter essential marks. ഓക്കെ, അപ്പോൾ അലനൈനിൽ നിന്നും എങ്ങനെ നമുക്ക് എന്തുണ്ടാക്കാം, ഗ്ലൂക്കോസിനെ ഉണ്ടാക്കാം. അതിൽ ചോദിച്ചേക്കുന്നത് ഗ്ലൂക്കോനിയോജെനസിസ് ഫ്രം അലനൈൻ ആൻഡ് മെൻഷൻ ദ കീ എൻസൈംസ് ഹൗ ആർ ദേ റെഗുലേറ്റഡ്. അപ്പോൾ ഗ്ലൂക്കോനിയോജെനസിസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഫ്രം അലനൈൻ എന്ന് പറയുമ്പോഴത്തേക്കും യു നീഡ് ടു റൈറ്റ് ദിസ് സ്റ്റെപ്പ്. ഇതാട്ടെ, ഗ്ലൈസീൻ, അലനൈൻ, സെറീൻ, സിസ്റ്റീൻ ദേ ആർ കൺവേർട്ടിങ് ടു പൈറുവേറ്റ്. എന്നിട്ട് പിന്നെ റിവേഴ്സ് ബാക്ക് ദ സ്റ്റെപ്സ് ഓഫ് ഗ്ലൂക്കോനിയോജെനസിസ്. അതായത് നോർമൽ ഗ്ലൂക്കോനിയോജെനസിൻ്റെ അതേ സ്റ്റെപ്പ് തന്നെയാണ്, പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാവും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദേ വാസ്റ്റ് ഫ്രം അലനൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അലനൈൻ നമ്മൾ പൈറുവേറ്റിന് ഉണ്ടാക്കുന്നു. ദാറ്റ് ഇസ് കൺവേർട്ടഡ് ടു PEP, 2-phosphoglycerate, 3-phosphoglycerate, 1,3-bisphosphoglycerate, glyceraldehyde 3-phosphate, fructose 1,6-bisphosphate, fructose 6-phosphate, glucose 6-phosphate and glucose. അപ്പോൾ ഇവിടെ ഓർക്കുക, ചില സ്റ്റെപ്സ് in glycolysis സംഭവിച്ചപ്പോഴത്തേക്കും we were having ഓക്കെ, ഗ്ലൈക്കോളിസിസ് സംഭവിച്ചപ്പോഴത്തേക്കും വി വർ ഹാവിങ് സം എൻസൈംസ് വിച്ച് ആർ ഇറിവേഴ്സിബിൾ അല്ലേ, നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, നമ്മൾ ഗ്ലൈക്കോളിസിസ് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ സ്റ്റെപ്പിന് നമ്മൾ സർക്കമെൻറ്റ് ചെയ്യുകയാണ് ഈ എൻസൈംസിനെ ഉപയോഗിച്ച്.
ഓക്കെ, അതായത് പൈറുവേറ്റ് കൈനേസ് എന്താ പറയുക, പൈറുവേറ്റ് കൈനേസ് അല്ല, ഇവിടെ ട്രാൻസമിനേഷൻ സ്റ്റെപ്പ്, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫറ്റേസ്, ഗ്ലൂക്കോസിസ് ഫോസ്ഫേറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇറിവേഴ്സിബിൾ സ്റ്റെപ്സിനെ സർക്കമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർക്കുക, ഈ ഒരു സ്റ്റെപ്പും ഓർക്കുക. ദാറ്റ് ഈസ് ദ ലൂപ്പ് ഹോൾ ഇൻ ദിസ് ക്വസ്റ്റ്യൻ. പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്, ദേ ഹാവ് ആസ്ക്ഡ് അബൌട്ട് ദി കീ എൻസൈംസ്, ഹൗ ആർ ദേ റെഗുലേറ്റഡ് അല്ലേ. സോ ദീസ് ആർ ദ കീ എൻസൈംസ് ഓഫ് ഗ്ലൂക്കോനിയോജനസിസ്. 1, 2, 3, 4 ഈ 4 എൻസൈംസ് ആണ്. ആൻഡ് ഹൗ ആർ ദേ റെഗുലേറ്റഡ് ആണ് ഈ ആക്ടിവേഷൻ പോയിന്റ്സ് ആൻഡ് ഇൻഹിബിഷൻ പോയിന്റ്സ്. അപ്പോൾ റിമെമ്പർ, യൂഷ്വലി ഗ്ലൂക്കഗോൺ ആർ ഗോയിങ് ടു ബി ആക്ടിവേറ്റഡ് ഇൻ എൻസൈം ഓഫ് ഗ്ലൂക്കോനിയോജനസിസ്. കാരണം എന്താ, ഗ്ലൂക്കോജനിക് ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഇൻസുലിൻ ഇസ് ഗോയിങ് ടു ബി ഡിക്രീസിങ് ദി ആക്ടിവിറ്റി ഓഫ് ഗ്ലൂക്കോനിയോജനസിസ്. This is the same factors. Similarly, fructose 1,6 bisphosphatase will be inhibited by fructose 1,6 bisphosphate, AMP, etc. Glucose phosphatase will also be inhibited by insulin. അപ്പോൾ key enzymes വെച്ച് ചോദിക്കുമ്പം ഈ ഒരു ഡയഗ്രാം എഴുതുക, ആൻഡ് ഓൾസോ കണ്ടെയ്ൻസ് ദി റെഗുലേറ്ററി മെക്കാനിസംസ്. ഓക്കെ, അപ്പോൾ അലനൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ദേ ആർ ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്സ്. കണ്ടോ, ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്സ് ലൈക്ക് അലനൈൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, അസ്പാർട്ടിക് ആസിഡ് എക്സെട്ര, ദേ വിൽ ബി ട്രാൻസമിനേറ്റഡ് ടു ദ കറസ്പോണ്ടിങ് കാർബൺ സ്കെലട്ടൺ വിച്ച് ദെൻ എൻറ്റർ ദ TC ആൻഡ് ദെൻ ഫോം പൈറുവേറ്റ്. അപ്പം ഈ ഒരു സാധനം നിങ്ങൾക്ക് അറിയാവുന്ന ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശരി, അപ്പം ഒരു എസ്സേ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. Coming to the next essay question. I hope it's clear. Doubts എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ. Mention the normal blood urea level. Add a note on the formation and detoxification of ammonia and related disorders. എപ്പോഴും വെരി മച്ച് ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് അബൌട്ട് യൂറിയ സൈക്കിൾ അല്ലേ. സോ വാട്ട് ഇസ് ദ നോർമൽ ബ്ലഡ് യൂറിയ ലെവൽ? സെപ്പറേറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ദ നോർമൽ ബ്ലഡ് യൂറിയ ലെവൽ എന്ന് പറയുന്നത്. കണ്ടോ, the normal urea level in plasma is 20 to 40 milligram per deciliter. എപ്പോഴും ഓർത്ത് വയ്ക്കുക. നമ്മൾ പറഞ്ഞ ക്രിയാറ്റിൻ പോലെ തന്നെ ഓൾവേസ് റിമെമ്പർ നോർമൽ യൂറിയ ലെവൽ ഇൻ പ്ലാസ്മ ഇസ് 20 to 40 milligram per deciliter. Next, they have asked about the detoxification and formation of ammonia. Detoxification of ammonia nothing but your urea cycle. Right, അമോണിയനെ ഉപയോഗിച്ച് നമ്മൾ ഈ സ്റ്റെപ്പ് സൈക്കിൾ വഴി യു ആർ ഗോയിങ് ടു ക്രിയേറ്റ് യുവർ what urea. അപ്പോൾ again ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ കവർ ചെയ്തതാണ്. സോ നോട്ട് ഗോയിങ് ഇൻ ടു ഡീറ്റെയിൽ ബട്ട് ജസ്റ്റ് റിവൈസിങ് ഇറ്റ്. അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ഉപയോഗിച്ച് നമ്മൾ കാർബമൈൽ ഫോസ്ഫേറ്റ് ഉപയോഗിച്ചു. ഓണത്തിന് ഉപയോഗിച്ച് സിട്രലിനെ ഉണ്ടാക്കി, അവിടെ ആദ്യം സക്സിനേറ്റിനെ ഉപയോഗിച്ചു, ആർജിനിൻ ആക്കി, ആൻഡ് യു കൺവേർട്ട് ബാക്ക് ടു യൂറിയ. അപ്പോൾ റിമെമ്പർ ദ കോമ്പൗണ്ട്സ്, റിമെമ്പർ ദ കറസ്പോണ്ടിങ് എൻസൈംസ്, ആൻഡ് റിമെമ്പർ വേർ ഓൾ യു ഹാവ് ബീൻ ആഡിങ് ATP, റിമൂവിങ് വാട്ടർ എക്സെട്ര. അപ്പോൾ ഈ മെക്കാനിസം വരച്ച് വയ്ക്കുക. വരയ്ക്കുമ്പോൾ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഇറ്റ് ഹാപ്പൻസ് ഇൻ മൈറ്റോകോൺഡ്രിയ, സൈറ്റോപ്ലാസം പാർട്ട്ലി. ഇതായിരുന്നു എന്ത്, ഡീടോക്സിഫിക്കേഷൻ അല്ലേ. ദേ ഹവ് ഓൾസോ ആസ്ക്ഡ്, നമ്മൾ മിസ്സായി പോകുന്നൊരു പോയിന്റ്, ദേ ഹവ് ഓൾസോ ആസ്ക്ഡ് അബൌട്ട് ദ ഫോർമേഷൻ ഓഫ് അമോണിയ. യൂഷ്വലി അങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ അല്ല അത്. ഡീടോക്സിഫിക്കേഷൻ ഇസ് ഓൾവേസ് ആസ്ക്ഡ് ബട്ട് ഫോർമേഷൻ ഇസ് വെരി റെയർലി ആസ്ക്ഡ് അല്ലേ. അപ്പോൾ ദേ വാസ് ബട്ട് ഫോർമേഷൻ ഓഫ് എന്താ പറയുക അമോണിയ. ദാറ്റ്സ് യൂഷ്വലി വയ ട്രാൻസമിനേഷൻ റിയാക്ഷൻസ്. ട്രാൻസമിനേഷൻ റിയാക്ഷൻ വഴിയാണ് യൂഷ്വലി അമോണിയ ഉണ്ടാവാറ്. ഓക്കെ, അപ്പം ട്രാൻസമിനേഷൻ പറയുമ്പോഴത്തേക്കും സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാൻസമിനേഷൻ വിൽ ബി ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് catabolism, where you are removing the ammonia and the carbon skeleton is being entering into the catabolic pathway. Synthesis of non-essential amino acids, they utilize step of transamination. Interconversion of amino acids interconvert ചെയ്യുമ്പോഴത്തേക്കും യൂഷ്വൽ ട്രാൻസാമിനേഷൻ ആണ് ഉപയോഗിക്കാറ് എക്സെട്ര. സോ ദ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാൻസാമിനേഷൻ ചോദിക്കുകയാണെങ്കിൽ AST ആൻഡ് ALT നമ്മുടെ ലിവർ എൻസൈംസ് ആണല്ലേ. ദേ ആർ ഇൻഡ്യൂസ്ഡ് ബൈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് വിച്ച് ഫേവർ ഗ്ലൂക്കോനിയോജെനസിസ്. This AST will be increase in myocardial infarction, ALT in liver. അപ്പോൾ they are transaminases helping in transamination reaction. Okay, പിന്നെ സംഭവിക്കും ട്രാൻസ് ഡീഅമിനേഷൻ അതർ സ്റ്റെപ്പ്, അതായത് ട്രാൻസാമിനേഷൻ ഫോളോഡ് ബൈ ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ. അത് വേറൊരു റിയാക്ഷനാണ്. ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ ഓഫ് ഗ്ലൂട്ടമേറ്റ്, അതായത് ലിവർ മൈറ്റോകോൺഡ്രിയക്കകത്ത് ഗ്ലൂട്ടമേറ്റ് ഡീഹൈഡ്രോജനേസ് ഉണ്ട്. ദാറ്റ് കൻ ഹെൽപ്പ് ഇൻ ദ ഫംഗ്ഷൻ ഓഫ് ട്രാൻസ് ഡീഅമിനേഷൻ. അപ്പോൾ ഇതൊക്കെ യു ആർ ഹാവിങ് എന്താ പറയുക, യു ആർ ഹാവിങ് ദി ക്രിയേഷൻ ഓഫ് അമോണിയ. റൈറ്റ്, അപ്പോൾ ഡിടോക്സിഫിക്കേഷൻ എന്നപ്പോഴത്തേക്കും സൈക്കിൾ വരയ്ക്കുക, ട്രാൻസാമിനേഷൻ ട്രാൻസ് ഡീഅമിനേഷൻ വഴി യു ആർ ഗോയിങ് ടു ഫോം അമോണിയ. ഒരു പാട്ടുണ്ടല്ലോ ക്വസ്റ്റ്യന്, റിലേറ്റഡ് ഡിസോർഡേഴ്സ്. വാട്ട് ആർ റിലേറ്റഡ് ഡിസോർഡേഴ്സ് ഓഫ് യൂറിയ സൈക്കിൾ? ഇതാണ്ടേ, യൂറിയ സൈക്കിളിൽ ഓരോ എൻസൈം ഡെഫിഷ്യൻ്റ് ആകുമ്പോഴത്തേക്കും ഓരോ എന്താ പറയുക, യു ആർ ഗോയിങ് ടു ഗെറ്റ് 1 സിൻഡ്രോംസ്. ഫോർ എക്സാമ്പിൾ കാർബമൈൽ സിന്തറ്റേസ് 1 ഡെഫിഷ്യൻസി വരുന്നെങ്കിൽ ഹൈപ്പർ അമോണീമിയ ടൈപ്പ് 1 ഉണ്ടാവുന്നു. ഓണത്തിന് ട്രാൻസ്പോർട്ട് ഡെഫിഷ്യൻസി ഉണ്ടാവുന്നെങ്കിൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് ട്രിപ്പിൾ എച്ച് സിൻഡ്രോം. വാട്ട് ഇസ് ട്രിപ്പിൾ എച്ച്? ഇറ്റ് ഇസ് ഹൈപ്പർ ഓണത്തിനേമിയ, ഹൈപ്പർ അമോണീമിയ ആൻഡ് ഹോമോസിട്രിലിനേറിയ. ട്രിപ്പിൾ എച്ച് സിൻഡ്രോം ഉണ്ടാവുന്നു. പിന്നെന്താ, ഓണത്തിന് ട്രാൻസ് കാർബമൈലേസ് ഡെഫിഷ്യൻസി വരുമ്പോൾ എന്ത് പറ്റും? റിമെമ്പർ ദിസ് ഇസ് ഓൺലി സിൻഡ്രോം വിച്ച് ഇസ് എക്സ് ലിങ്ക്ഡ് ട്രേറ്റ്
in urea cycle disorders. ഓക്കെ, അപ്പം യൂറിയ സൈക്കിൾ എഴുതിയിട്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് എൻസൈംസ് എഴുതി കഴിഞ്ഞിട്ട് എൻസൈം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് റൈറ്റ് അബൌട്ട് ദി ഡെഫിഷ്യൻസി സിൻഡ്രോംസ്. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് യുവർ യൂറിയ സൈക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പിന്നെയും തേർഡ് ടൈം റിപ്പീറ്റേഷൻ വന്നിരിക്കുന്നത് അല്ലേ? തേർഡ് ടൈം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അബൌട്ട് ഫാറ്റി ആസിഡ്സ്. സോ ഗിവ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാട്ട് കൻ ഐ സേ മോസ്റ്റ് prime importance towards beta oxidation. കാരണം 3 പ്രത്യേകം നമ്മളിപ്പോൾ കണ്ടു അല്ലേ? ഓക്സിഡേഷൻ ഓഫ് again palmitate has been asked. Again they asked about regulation. Again they asked about the number of high energy phosphate bonds, അതായത് number of ATP ഉദ്ദേശിക്കുന്നത് created. അപ്പം remember to stress beta oxidation in detail. Next, a very important and very easy essay question ആണ് define enzymes. Classify enzymes according to the IUB classification with one example each and talk about the enzymes estimated commonly after MI. What are enzymes? Enzymes are biocatalysts. What are catalysts? Catalysts are substances which accelerate the rate of chemical reaction but do not change equilibrium. Equilibrium മാറ്റാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? You are accelerating the rate of a chemical reaction. That is catalyst. And biological catalysts are enzymes. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തേ. In the past about the IUB classification. എന്താണ് IUB classification of enzymes? ഇതാണ്. You have 6 classes of enzymes അല്ലേ? Class 1 is oxidoreductases, Class 2 is transferases, Class 3 hydrolases, Class 4 liases, Class 5 isomerases and Class 6 ligases. Right. Oxidoreductase, the name it helps in the transfer of hydrogen or addition of oxidation reduction reactions help in enzymes are oxidoreductase. They have asked for 2 examples each: lactate dehydrogenase, glucose 6-phosphadehydrogenase. 2 examples side. But transferases, as the name suggests, you want to transfer group other than hydrogen. For example, aminotransferase is an example. Hydrolases, they cleave bond and add water. അതായത് നമ്മൾ ബോണ്ട് ക്ലീവ് ചെയ്ത് ആഡിങ് വാട്ടർ, ഇറ്റ്സ് കോൾഡ് ആസ് ഹൈഡ്രോലേസസ്. പിന്നെ എന്താ? ലയേസ്, ഇവിടെയും ക്ലീവിംഗ് ആണ്, പക്ഷെ എന്താ? യു ആർ നോട്ട് ഗോയിങ് ടു ആഡ് വാട്ടർ. ഫോർ എക്സാമ്പിൾ ആൽഡോലേസ് അല്ലെങ്കിൽ HMG കോയിൽ ലയേസ് എക്സെട്ര. ദെൻ ഐസോമറൈസസ്, ഐസോമറൈസേഷൻ റിയാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ triose phosphate isomerase. And last one is ligases. Ligase means sticking, അല്ലെങ്കിൽ ATP dependent condensation, joining of 2 molecules. For example, glutamine synthetase and PRBP synthetase. അപ്പം നെയിമിൽ തന്നെ നമുക്ക് ഡെഫിനിഷൻ കിട്ടും. അപ്പോൾ റൈറ്റ് അബൌട്ട് ദ ക്ലാസ് നമ്പർ, റൈറ്റ് അബൌട്ട് ദി എൻസൈം നെയിം, റൈറ്റ് ദ ഫംഗ്ഷൻ ആൻഡ് ഓൾസോ റൈറ്റ് വിത്ത് 2 examples each. ക്ലിയർ ആണല്ലോ? ശരി. Now we are going to deal with the next part of it, which is enzymes commonly estimated after MI. Okay, MI കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന എൻസൈംസ് ഏതൊക്കെയാണ്? നല്ല ക്വസ്റ്റ്യൻ. ശരി. We know about biomarkers അല്ലേ? So the markers of cardiac disease ആണ് 1, 2, 3, 4. These 4 needs to be dealt in detail when you talk about the idea of biomarkers of cardiac disease. For example, creatine kinase, cardiac troponin I and T, brain natriuretic peptide or BNP and LDH. അപ്പോൾ ഇതിനെ നമ്മൾ enzymology chapter പോയിട്ട് you need to write about the name, when are they rising, when are they peaking, when are they decreasing, and are they specific or not. ഈ 5 പോയിന്റും കവർ ചെയ്യാൻ മറക്കരുത് for each of this enzymes. അപ്പോൾ ഇത് സെപ്പറേറ്റ്ലി 4 മാർക്കിന് യൂസ് ചോദിക്കുന്നതാണ് കാർഡിയക് ബയോമാർക്കേഴ്സ്. ഓക്കെ, ശരി. അപ്പോൾ ക്ലിയർ വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ. നെക്സ്റ്റ് എസ് എ ക്വസ്റ്റൻ ഇസ് ദ റിയാക്ഷൻസ് ഓഫ് സിട്രിക് ആസിഡ് സൈക്കിൾ. ഓക്കെ, ഓൾറെഡി നമ്മൾ പഠിച്ചു സിട്രിക് ആസിഡ് സൈക്കിൾ. ആ ഫ്ലോ ചാർട്ട് അതേപടി പഠിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ വരച്ച് കഴിഞ്ഞിട്ട് ഓക്കെ വരച്ച് വയ്ക്കും. പിന്നെ വാസ് അബൌട്ട് ദി എക്സ്പ്ലെയിൻസ് ആംഫിബോളിക് റോൾ. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇറ്റ് വാസ് ഹാവിങ് കാറ്റബോളിക് ആൻഡ് അനബോളിക് പാർട്ട്. അതും വരച്ച് വയ്ക്കാം. ശരി. ആസ് യു ക്യാൻ സീ യു ആർ ഹാവിങ് ദ ബീറ്റ ഓക്സിഡേഷൻ ബീങ് റിപ്പീറ്റ് ഫോർ ദ 4th ടൈം. അപ്പോൾ പിന്നെയും ഞാൻ പറയുന്നു, ബീറ്റ ഓക്സിഡേഷൻ പഠിക്കാതെ ഡു നോട്ട് ഗോ ഫോർ യുവർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ. 15 മാർക്കിനോ 8 മാർക്കിനോ 4 മാർക്കിനോ എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, ഇവിടെയും സെയിം തന്നെ. സൈറ്റ് ചോദിച്ചിട്ടുണ്ടായി, സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ടായി, എനർജി ചോദിച്ചിട്ടുണ്ടായി. എഗെയിൻ പാരാമെട്രിക് ആസിഡ് തന്നെയാണ്. ഓക്കെ, ശരി. നെക്സ്റ്റ് ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ മെറ്റബോളിസം ഓഫ് ഫിനാലനിൻ. നെയിം 4 biologically important compounds made from phenylalanine. State 2 metabolic disorders and indicate the defective enzymes. നമ്മൾ ഓൾറെഡി പഠിച്ച് ഫിനാലനിൻ്റെ മെറ്റബോളിസം അല്ലേ? അതേ പാർട്ട് വരച്ച് വയ്ക്കാം. ബട്ട് ഹിയർ ദേ ഹാവ് ആസ്ക്ഡ് ഇൻ അഡീഷൻ ദി കോമ്പൗണ്ട്സ് മെയ്ഡ് ഫ്രം ഇറ്റ് ആൻഡ് ദ മെറ്റബോളിക് ഡിസോർഡേഴ്സ്. ഇതാണ് കോമ്പൗണ്ട്സ് മെയ്ഡ് ഫ്രം ഇറ്റ്. ദ കോഡ് ഇസ് TMC അല്ലേ?
Trivandrum Medical College at TMC, which stands for thyroxine, melanin and catecholamines. Okay, ശരി. അപ്പം കോമ്പൗണ്ട്സ് ആയേ. Now you have to write about the synthesis of each in detail, after which you need to go into the clinical manifestations. എന്താ clinical manifestations? First one is phenylketonuria. അതായത് നമ്മുടെ ഫിനാലിൻ ഹൈഡ്രോ ഫസ്റ്റ് എൻസൈം ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ വരുന്നൊരു ഡിസാണ് ഫിനൈൽകെറ്റോനൂറിയ. ഇറ്റ്സ് ജെനറ്റിക് ഡിസോർഡർ ആസ് യു ക്യാൻ സി. ഇവിടുത്തെ യൂഷ്വലി ഇതെന്താ സെപ്പറേറ്റ് എസ് ആയിട്ട് ചോദിക്കാറുണ്ട് PKU ബൈ ഗിവിങ് എ ക്ലിനിക്കൽ സിനാരിയോ. അതായത് ഒരു കുട്ടി വരുന്നു, ദാറ്റ് ചൈൽഡ് ഇസ് ഹാവിങ് എ മെൻ്റൽ റിട്ടാർഡേഷൻ ആൻഡ് അജിറ്റേഷൻ, ഹൈപ്പർ ആക്റ്റീവ് ട്രെമേഴ്സ്, കൺവൾസ് ഇതൊക്കെ ഉണ്ടാവാറുണ്ട്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് PKU ഇസ് മൗസി ബോഡി ഓർഡർ. ഓക്കെ, PKU പഠിക്കുക. PKU എഴുതുമ്പോഴത്തേക്കും റൈറ്റ് അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ പോർഷൻ, അതായത് എന്തിൻ്റെ എൻസൈം ഡെഫിഷ്യൻസി കാരണമാണ് ഇത് ഫിനൈൽകെറ്റോനൂറിയ ഉണ്ടാവാറ്, വാട്ട് ആർ ദ ബയോകെമിക്കൽ അബ്നോർമാലിറ്റീസ്, അതായത് നത്തിങ് ബട്ട് ഫിനാലിനെ കനോട്ട് ബി കൺവേർട്ട് ടൈറോസിൻ, ഫിനാലിനെ വിൽ ബി ഇൻക്രീസിങ് ഇൻ യുവർ ബോഡി, ദാറ്റ്സ് ഇറ്റ്. As a result of which phenyl ketone, phenyl lactate and phenyl acetate will be excreted in urine. Clinical manifestations are mental retardation, convulsion, tremor, hyperactivity, agitation and hyperpigmentation, and do not forget your mousy body odor. ലാബ് ഡയഗ്നോസിസ് ഫിനാലിൻ ബ്ലഡിൽ കൂടുന്നു. അപ്പോൾ നമ്മൾ എന്ത് നോക്കും? ഫിനാലിൻ ബ്ലഡിൽ അളവ് നോക്കും. Guthrie test can be done. അതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ് to check the amount of phenylalanine in your body. Then ferric chloride test can be done to check the urine if it contains phenylalanine, and DNA probes can be done to check the defective enzymes. Finally, treatment would be, നമ്മൾ എന്താ ഇവിടുത്തെ പ്രശ്നം എന്താ? You are having ample amount of phenylalanine അല്ലേ? So make sure you give a diet which contains low amount of phenylalanine, and early detection can be done to prevent it at the early stage. അതൊരു ക്ലിനിക്കൽ സിനാരിയോ ആയിരുന്നു. നെക്സ്റ്റ് ഇസ് ആൽകാപ്റ്റനൂറിയ. ഹിയർ വാട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ റിസർവ് കണ്ടീഷൻ വി ഹാവ് ഡെഫിഷ്യൻസി ഓഫ് ഹോമോജനസേറ്റ് ഓക്സിഡേസ്. അതായത് നമ്മൾ റിയാക്ഷൻ കുറിച്ച് പറഞ്ഞു, ഹോമോജനസി ആസിഡിന് അവിടെ ഒരു ക്ലിനിക്കൽ സിനാരിയോ ഉണ്ടെന്ന്. ഇറ്റ് ഇസ് ആൽകാപ്റ്റനൂറിയ. അപ്പോൾ ആൽകാപ്റ്റോന്യൂറിയ അല്ലേ, നത്തിങ് ബട്ട് യൂറിൻ ബിക്കംസ് ബ്ലാക്ക് ബിക്കോസ് ഓഫ് ആൽകാപ്റ്റോൺ ബോഡീസ് ഇൻ ഇറ്റ്. ഓക്കെ, ആൻഡ് ഇവിടുത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താ? ദ മെറ്റബോളിക് സ്റ്റെപ്പ് അറ്റ് ദ ഹോമോജനസ്, അതായത് ഇവിടെ സ്റ്റോപ്പ് ആവുകയാണ് റിയാക്ഷൻ. എന്താണ് ഇവിടെ സ്റ്റോപ്പ് ആവുകയാണ്. സോ യു വിൽ ഹാവ് ആംപിൾ എമൗണ്ട് ഓഫ് ഹോമോജനസ് ഗ്യാസ് ഇൻ ദ ബോഡി. അത് യൂറിനിൽ വരുന്നു, ക്രിയേറ്റിംഗ് യുവർ യൂറിൻ ആസ് ബ്ലാക്ക്. അപ്പോൾ ദീസ് ആർ ദി ക്ലിനിക്കൽ സിനാരിയോസ് ഓഫ് ദി മെറ്റബോളിസം ഓഫ് ഫിനാലിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ആസ് യു ക്യാൻ സി റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഡിഫൈൻ ഗ്ലൂക്കോനിയോജെനസിസ്. ഡിസ്ക്രൈബ് ഹൗ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഇസ് ബീങ് ഡൺ ഫ്രം alanine ആൻഡ് ആഡ് നോട്ട് ഓൺ ഇറ്റ്സ് റെഗുലേഷൻ. അപ്പോൾ ദിസ് ഇസ് അഗെയിൻ റിപ്പീറ്റ് ദി സെക്കൻഡ് ടൈം. അപ്പം ഇതിലും സ്ട്രെസ് കൊടുക്കുക അലോങ് വിത്ത് വൈറ്റമിൻ ഇ ആൻഡ് ബീറ്റ ഓക്സിഡേഷൻ. ശരി, എഗെയിൻ ഇപ്പോൾ നമ്മൾ പഠിച്ച അതേ ക്വസ്റ്റ്യൻ, ബയോളജിക്കൽ കോമ്പൗണ്ട്സ് ഗോ ഫ്രം ടൈറോസിൻ. റിമെമ്പർ ദറ്റ് ഫിനാലിൻ വിൽ ബി കൺവേർട്ട് ടൈറോസിൻ. അപ്പോൾ ദ ക്വസ്റ്റ്യൻ റിമെയിൻസ് സെയിം ആസ് ഫിനാലിൻ ഇറ്റ്സെൽഫ്. പിന്നെ കെറ്റബോൾ ടൈറോസിൻ എക്സ്പ്ലെയിൻ ചെയ്യുക. നെയിം 3 ഇൻബോൺ എറേഴ്സ് വിത്ത് ടൈറോസിൻ മെറ്റബോളിസം. ഓക്കെ, ടൈറോസിൻ മെറ്റബോളിസം ചോദിക്കുമ്പോൾ ടൈറോസിനേമിയ കൂടി പറ്റി എഴുതാൻ പറ്റും. അപ്പം ഫിനൈൽകെറ്റോനൂറിയ എഴുതാം, നമ്മൾ നേരത്തെ പറഞ്ഞ ആൽകാപ്റ്റനൂറിയ എഴുതാം. യു കൻ ഓൾസോ റൈറ്റ് അബൌട്ട് ടൈറോസിനേമിയാസ് ഓർ ഹൈപ്പോടൈറോസിൻ സിൻഡ്രോംസ്. ഓക്കെ, ശരി. Again, you are seeing the repeated question of urea cycle. Pinname, formation, dispose, dispose nothing but detoxification. Okay. അത് അഗെയിൻ നെക്സ്റ്റ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ ആഡ് നോൺ യൂറിയ സൈക്കിൾ ഡിസോർഡേഴ്സ്. അപ്പം നമ്മൾ പറഞ്ഞു എൻസൈംസിനെ എഴുതിയിട്ട് കറസ്പോണ്ടിങ് ഡിസോർഡേഴ്സിനെ മെൻഷൻ ചെയ്ത് പോവുക. ഓക്കെ, നൗ വി ഹാവ് എ ക്ലിനിക്കൽ സിനാരിയോ അല്ലേ. നൗ എ 50-year-old man with 3 years history of hypertension, occasional pain attacks, report to the hospital with episode of throbbing headache associated with excessive sweating. He gives history of similar attacks earlier also. On examination, his BP was 180 by 100 mmHg, pulse was 82 per minute, and urine examination revealed very high levels of 24 hours VMA. അപ്പോൾ നമുക്ക് എങ്ങനെ ഡയഗ്നോസ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് യുവർ ആൻസർ ലീഡിംഗ് പോയിന്റ്. അതായത് യു ഗെറ്റിംഗ് വെരി ഹൈ ലെവൽ ഓഫ് VMA. ഇഫ് യു റിമെമ്പർ അബൌട്ട് ദി മെറ്റബോളിസം ഓഫ് കാറ്റക്കോളമൈൻസ്, ആ മെറ്റബോളിസത്തിൻ്റെ ഫൈനൽ എൻഡ് പ്രൊഡക്റ്റ് ഇസ് VMA, vanillyl mandelic acid, VMA. അപ്പോൾ യൂറിനിൽ when you are having high level of VMA, that means you are having increased production of catecholamine, and the syndrome which helps in increased production of catecholamine is pheochromocytoma. What is the proper diagnosis? Pheochromocytoma. And they ask name the aromatic amino acids. നമ്മൾ എപ്പോഴും പഠിക്കുന്ന phenylalanine and tyrosine. Okay, now describe biochemical symptoms and urinary findings. Again, നമ്മുടെ pheochromocytomയുടെ അതേ ഫീച്ചർ എടുത്ത് എഴുതി വയ്ക്കുക. And again, write 2 important compounds got from parent amino acids. Again, TMC.
Okay, so this is a very important clinical scenario question being asked. ശരി, another essay question what we have is name the ketone bodies, describe the synthesis and catabolism, write the cause of ketosis. Okay, ketone bodies name ചെയ്യുക, synthesis and catabolism പറയുക, causes of ketosis പറയുക. So what are ketone bodies? What we know primary ketone body and we know secondary ketone body അല്ലേ. primary ketone body ആണ് ആര്? Right. അപ്പോൾ we are back. So primary ketone body ആണ് എന്ത്? acetoacetate അല്ലേ. secondary ketone body ആണ് ആര്? beta hydroxy butyrate and acetone. The first part of the question was name the ketone body. Primary ഉണ്ട്, secondary ഉണ്ട്. acetoacetate is the primary one, beta hydroxy butyrate and acetone are the secondary ones. ഫൈൻ. പിന്നെ എന്താ അവർ ചോദിച്ചേ? റൈറ്റ് അബൌട്ട് ദി സിന്തസിസ് ആൻഡ് കാറ്റബോളിസം അല്ലെങ്കിൽ കീറ്റോജെനസിസ് ആൻഡ് കീറ്റോലൈസിസ് അല്ലേ. ഇതാണ് കീറ്റോൺ ബോഡി ഫോർമേഷൻ അല്ലെങ്കിൽ കീറ്റോജെനസിസ്. അതായത് 2 molecules of acetyl CoA will be converted to acetyl CoA. Then that will be converting again 1 molecule of acetyl CoA gets added, creating HMG CoA. ഇതാണ് മെയിൻ കോമ്പൗണ്ട് ഓഫ് ദ റിയാക്ഷൻ. HMG CoA will be then splitting to give you acetoacetate and acetyl CoA. ഈ acetoacetate നമുക്ക് എന്ത് ചെയ്യാം? അസിറ്റോൺ ആക്കാം. ഇത് രണ്ടോട് ജോയിൻ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എന്താക്കാം? ബീറ്റ ഹൈഡ്രോക്സി ബുട്ടറേറ്റ് ആക്കാം. So this is the simple step of ketogenesis. A very much asked question ആണ്. Remember step number 1 നമുക്ക് acetoacetyl CoA synthase ആണ്. Step number 2 HMG CoA synthase ആണ്. Step number 3 HMG CoA lyase ആണ്. Step number 4 is dehydrogenase. Step number 5 is non-enzymatic അല്ലെങ്കിൽ spontaneous. അപ്പം depending upon the reaction and the corresponding compounds, the enzymes have been named. Now what is ketolysis? Ketolysis പറഞ്ഞു കഴിഞ്ഞാൽ extra hepatic tissuesന് once the ketone bodies are being used, what will happen to it? Needs to be broken down, right? So acetoacetate gets converted back to acetoacetyl CoA with the help of thiophorase enzyme. Okay, that will be converting acetoacetyl CoA and succinate. This acetoacetyl CoA will then go under beta oxidation and undergo complete oxidation to give energy. അപ്പോൾ ketolysis സിമ്പിൾ ആണ്. acetoacetate നമ്മൾ thiophorase ഉപയോഗിച്ച് acetoacetyl CoA ആക്കും. അത് നേരെ ബീറ്റ ഓക്സിഡേഷനിൽ പോയിട്ട് it gets completely oxidized. That's ketolysis. Okay, now the last question was what are the causes of ketosis? രണ്ട് കോസുകൾ കീറ്റോസിന്, ഡയബറ്റിസ് മെലിറ്റസ് ആൻഡ് സ്റ്റാർവേഷൻ. അതായത് when you have untreated diabetes mellitus, it's always the most common cause of ketosis. അതായത് നമുക്കറിയാം ഡയബറ്റീസ് എന്താ? ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ആണല്ലേ. അപ്പോൾ ഇൻസുലിൻ ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ എന്ത് പറ്റും? ആക്സലറേറ്റഡ് ലൈപ്പോലൈസിസ് ഉണ്ടാവും, right? And they have more fatty acid being released. More fatty acid എന്താ? More acetyl CoA. More acetyl CoA means more amount of ketone bodies. അഥവാ ketosis happening, right? Now what happens? Starvation പറയുമ്പോഴത്തേക്കും ഗ്ലൂക്കോസ് നമുക്ക് ബോഡി കിട്ടുന്നേ ഇല്ല. അപ്പോൾ എന്ത് പറ്റും? ഈ OAA ഉണ്ടല്ലോ, അത് നേരെ ഗ്ലൂക്കോനിയോജെനസിലേക്ക് പോകും. അപ്പോൾ OAA ഉണ്ടെങ്കിൽ acetyl CoAക്ക് റിയാക്ട് ചെയ്തിട്ട് TC സൈക്കിളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ acetyl CoA is left with no one, കാരണം OA is being used out. അപ്പോൾ acetyl CoA എന്ത് ചെയ്യും? എന്താ പറയുക? ഞാൻ ketone bodies ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ആരെ ഉണ്ടാക്കും? ketone bodiesനെ ഉണ്ടാക്കും. that again results in ketosis. അപ്പോൾ cause of ketosis is only 2: diabetes mellitus and starvation. Done. അപ്പോൾ ആ ഒരു ക്വസ്റ്റനോട് തീർന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഫൈൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഗെയിൻ യു ക്യാൻ സി ഇറ്റ് ഇസ് ആംപിൾ ടൈം റിപ്പീറ്റഡ് ക്വസ്റ്റ്യനായി ബീറ്റ ഓക്സിഡേഷൻ. ഓക്കെ, അപ്പോൾ ബയോകെമിസ്ട്രി പേപ്പർ പഠിക്കുമ്പോൾ എപ്പോഴും ബീറ്റ ഓക്സിഡേഷൻ ആദ്യം വൃത്തിക്കിരുന്ന് പഠിക്കാം. ഇവിടെ ദേ ആർ ആസ്ക്ഡ് അബൌട്ട് ദി ഡിസ്ക്രൈബ് പ്രോസസ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ വിത്ത് ഈവൻ ഫാറ്റി ആസിഡ് വിത്ത് എനർജറ്റിക്സ്. സെയിം ക്വസ്റ്റ്യൻ. കാരണം ഈവൻ ചെയിൻ ഫാറ്റി ആസിഡ് ആകുമ്പോഴത്തേക്ക് 16 കാർബണൈൽ പാൽമിറ്റേറ്റിനെ ഉപയോഗിക്കാമല്ലോ. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വി ഹാവ് എ ക്ലിനിക്കൽ സിനാരിയോ. A 23-year-old female was brought to the casualty with complaints of dizziness, weakness and fainting attack. History revealed that she had skipped her breakfast and lunch with the intention of losing weight. Random glucose was 40 mg per deciliter. Investigations were all normal. So what is the diagnosis? നമുക്കറിയാം she has skipped her breakfast and lunch. So what will happen? She doesn't have enough glucose required by her body. So she is nothing but a hypoglycemic state. Right? So you can see hypoglycemia will be the probable diagnosis. Now blood glucose level എത്ര? Random fasting ആണെങ്കിൽ it is 70 to 110 mg per deciliter.
റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ആൻഡ് നോട്ട് ഓൺ ഗ്ലൂക്കോസ് ടോളറൻസ് GTT. ശരി, നമുക്ക് നോക്കാം എന്താണെന്നല്ലേ. റൈറ്റ്, സോ വെൻ യു കം ടു ദാറ്റ് ക്വസ്റ്റ്യൻ, ഗ്ലൂക്കോസ് റെഗുലേഷനിലേക്ക് വരാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വി ടോക്ട് അബൌട്ട് ദി റെസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് 70 to 110. റെഗുലേഷൻ ബ്ലഡ് ഗ്ലൂക്കോസ് ചോദിക്കുമ്പോഴത്തേക്കും ഈ 3 ഡയഗ്രമാണ് ഇമ്പോർട്ടൻറ്റ്, 1, 2 and 3. ദിസ് ഇസ് ദ ഡയഗ്രാം ഇമ്പോർട്ടൻറ്റ് ഫോർ റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ്. അതായത് ആസ് യു ക്യാൻ സി, ഒരു ലോ ബ്ലഡ് ഗ്ലൂക്കോസ് ആണെങ്കിൽ പാൻക്രിയാസ് സ്റ്റിമുലേറ്റ് ആവുന്നു, ആൽഫ സെൽസ് വിൽ ബി ആക്ടിവേറ്റ് റിലീസ് ഗ്ലൂക്കഗോൺ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഇൻക്രീസസ് ദ ലൈസസ് ഓഫ് ഗ്ലൈക്കോജൻ. പക്ഷേ ഇപ്പോൾ ഹൈ ബ്ലഡ് ഗ്ലൂക്കോസിലാണെങ്കിലോ ഇറ്റ് വിൽ കോസ് ദ പാൻക്രിയാസ് ടു ആക്ടിവേറ്റ് ബീറ്റ സെൽസ്. അപ്പോൾ ഇൻസുലിൻ ആയി, അപ്പം സംഭവിക്കും ഇറ്റ് വിൽ കോസ് ഗ്ലൈക്കോജൻ സിന്തസിസ് ആൻഡ് Glycolysis. So based upon your blood glucose level, pancreas can be stimulated and can maintain the normal blood glucose level. വേറെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഇൻ ഫാസ്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് സംഭവിക്കാം, യു ക്യാൻ സീ ദാറ്റ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ഇസ് മെയിൻറ്റെയിൻ ബൈ Glycogen ആൻഡ് Gluconeogenesis. വാട്ട് ഹാപ്പൻസ് ഇസ് യു അഡിപ്പോസ് ടിഷ്യൂ, റൈറ്റ്, നമ്മൾ സ്റ്റാർവിംഗ് ആയതുകൊണ്ട് നമുക്ക് എന്താ ഗ്ലൂക്കോസ് ഇല്ല. അപ്പോൾ അഡിപ്പോസ് ടിഷ്യൂവിൽ ലൈപ്പോലിസിസ് വഴി ഫ്രീ ഫാറ്റി ആസിഡ് ഉണ്ടാവുന്നു. ദാറ്റ് വിൽ ഗോ ടു മസിൽ ആൻഡ് വിത്ത് ഹെൽപ്പ് ഓഫ് Gluconeogenesis ഇറ്റ് വിൽ കോസ് ഗ്ലൂക്കോസ് ക്രിയേഷൻ. സിമിലർലി ലിവറിൽ Glycogen വഴിയും ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. അപ്പോൾ വിത്ത് ഹെൽപ്പ് ഓഫ് ദീസ് ടു പ്രോസസ്സസ് യു ആർ ക്രിയേറ്റിംഗ് ഗ്ലൂക്കോസ് ഇൻ യുവർ ബ്ലഡ്. Since you are starving, lipogenesis will be deactivated automatically by the body. Now what if you are in a postprandial state? അതായത് നമ്മൾ ആഹാരം കഴിച്ചിട്ടിരിക്കാം, so you have ample amount of glucose in your body. Then what will happen? ഈ glucose will be activating lipogenesis will be activated. അത് എക്സ്ട്രാ ഗ്ലൂക്കോസ് നമ്മൾ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ലൈപ്പോലിസിസ് വിൽ ബി റെഡ്യൂസിങ്, കാരണം യു ഓൾറെഡി ആംപിൾ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് തന്നെ ഗ്ലൈക്കോൺ സിന്തസിസ് ആയിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്തിരിക്കുകയും ചെയ്യും, ഗ്ലൂക്കോനോജെനസിസിനെ കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ശരി, ഓക്കെ, ലെറ്റ്സ് കം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. അതായിരുന്നു ആണ് നോട്ട് ഓൺ ഗ്ലൂക്കോസ് ടോളറൻസസ് എന്ന് പറഞ്ഞാൽ എന്താ, യു ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഗിവ് ടു ദ പേഷ്യൻറ്റ് ബൈ ഡ്രിങ്കിങ് മോഡ്. എന്നിട്ട് നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം യു വിൽ ബി റെഗുലർലി ചെക്കിംഗ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അറ്റ് പെർട്ടിക്കുലർ ഇൻ്റർവെൽസ്. അപ്പോൾ അതിൽ നിന്ന് ഒരു സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ സേ ദ പേഴ്സൺ ഇസ് ഐദർ പ്രീ ഡയബറ്റിക് ഓർ ഡയബറ്റിക്, റൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാസുദേവൻ ടെക്സ്റ്റിൽ ഒരു ടേബിൾ ഉണ്ട് വിത്ത് കറസ്പോണ്ടിങ് amount of glucose in each state. അപ്പോൾ അതൊന്ന് എഴുതി വെക്കാൻ ഓർക്കുക ഫോർ GTT. ശരി, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കടക്കുമ്പോഴത്തേക്കും ദേ ഹാവ് ആസ്ക്ഡ് അബൌട്ട് അഗെയിൻ ഡിഫൈൻ എൻസൈംസ്, ക്ലാസിഫൈ സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. നമ്മൾ കവർ ചെയ്ത 2 ടോപ്പിക്കാണ്. ബട്ട് ഹിയർ ദേ ഹാവ് ആസ്ക്ഡ് അഡീഷണൽ ക്വസ്റ്റ്യൻ ഓഫ് ടോക്ക് അബൌട്ട് വേരിയസ് ടൈപ്പ് ഓഫ് എൻസൈം ഇൻഹിബിഷൻ. നമ്മൾ 12th പഠിച്ച അതേ ക്വസ്റ്റ്യൻ ആണ്. അവിടെ ജസ്റ്റ് ഹെഡിങ് പറഞ്ഞു പോവാം. ആദ്യം കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ അല്ലേ, അതായത് ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്, നമ്മുടെ മോളിക്യൂൾ ഉണ്ട്, സബ്സ്ട്രേറ്റ് ഉണ്ട്, ഇൻഹിബിറ്റർ ഉണ്ട്, എൻസൈം ഉണ്ട്. സിൻസ് ബോത്ത് ഓഫ് ദം ആർ സ്ട്രക്ചറലി സിമിലർ, ദേ വിൽ ബി കോമ്പീറ്റിംഗ് ഫോർ ദി എൻസൈം ആൻഡ് യൂഷ്വലി ദ ഇൻഹിബിറ്റർ വുഡ് ബി വിന്നിംഗ് ടു കോസ് എ ഡിക്രീസ് ഇൻ എൻസൈമാറ്റിക് ആക്ടിവിറ്റി. അപ്പോൾ എത്തുമ്പോഴത്തേക്ക് എന്ത് പറ്റും, വെലോസിറ്റി ഡിക്രീസ് ഉണ്ടാവുന്നു. That is Vmax is not changed but Km is being increased. അപ്പോൾ ഈ 2 പോയിന്റ് യൂഷ്വലി 1 മാർക്കിന് ചോദിക്കാറുണ്ട്. വാട്ട് ഇസ് ദി ഇഫക്റ്റ് ഓൺ Vmax ആൻഡ് Km ഇൻ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ? നോൺ കോമ്പറ്റേറ്റീവ് ആണെങ്കിലോ ദേ ആർ നോട്ട് സ്ട്രക്ചറൽ സിമിലാരിറ്റീസ്, റൈറ്റ്, ആൻഡ് ഹെൻസ് അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നില്ല ബിറ്റ്വീൻ സബ്സ്ട്രേറ്റ് ആൻഡ് യുവർ ഇൻഹിബിറ്റർ. അപ്പം റിമെമ്പർ റൈറ്റ് എക്സാമ്പിൾസ് ഫോർ ഈച്ച്. അതായത് കോമ്പറ്റേറ്റീവ് പറയുമ്പോഴത്തേക്കും യു ക്യാൻ ടോക്ക് അബൌട്ട് സബ്സ്ട്രേറ്റ്, എന്താ പറയുക, സക്സിനേറ്റ് ഡിഹൈഡ്രേഷൻ ആൻഡ് മാലിനേറ്റ്, അതൊരു കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എക്സാമ്പിളാണ്. നോൺ കോമ്പറ്റേറ്റീവ് ആണെങ്കിൽ യു ക്യാൻ ടോക്ക് അബൌട്ട് സയനൈഡ് ആൻഡ് സൈറ്റോക്രോം ഓക്സിഡൈസ്. Fluoride will be removing magnesium and manganese, so it will be inhibiting enolase. അപ്പോൾ ദാറ്റ്സ് എക്സാമ്പിൾ ഓഫ് എന്ത് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ്. പിന്നെ ഇൻഹിബിഷൻ നമുക്കുള്ള
You can also talk about the inhibition of uncompetitive. ഇവിടെ എന്താ, here inhibitor won't affect the enzyme if it's free. പക്ഷേ enzyme substrate complex ഉണ്ടെങ്കിൽ ഇതിനെ പോയി ആര് അഫക്റ്റ് ചെയ്യും, ഇൻഹിബിറ്റർ അഫക്റ്റ് ചെയ്യും. അപ്പോഴത്തേക്കും it cannot be broken down to product form. And suicide inhibition. Suicide inhibition എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ വിച്ച് ഇസ് മെക്കാനിസം ബേസ്ഡ്. അതായത് ഇൻഹിബിറ്റർ എൻസൈമിൻ്റെ ഓൺ മെക്കാനിസം ഉപയോഗിച്ച് എൻസൈം ഇനാക്ടിവേറ്റ് ചെയ്യും. അത് സൂയിസൈഡ് ഇൻഹിബിഷൻ. ഫോർ എക്സാമ്പിൾ, ഓണത്തിൻ ഡീകാർബോക്സിലേസ് വിൽ കാറ്റലൈസ് ദ കൺവേർഷൻ ഓഫ് ഓണത്തിൻ ടു പ്യൂട്രിസിൻ ദാറ്റ് ഇസ് നെസസറി ഫോർ പോളിയമൈൻ സിന്തസിസ്. അതുകൊണ്ട് തന്നെ വെൻ യു ആർ ഹാവിങ് ദ കേസ് ഓഫ് ODC ഇൻ ട്രിപ്പാനോസോമിയാസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ODC ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഇൻഹിബിറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ പാരസൈറ്റ്. അതുകൊണ്ട് തന്നെ ദ റിയാക്ഷൻ വോണ്ട് ബി സീൻ ഔട്ട്സൈഡ്. ഓക്കെ, പിന്നെ അലോസ്റ്റർ റെഗുലേഷനും ഉണ്ട്. അതായത് നമ്മുടെ എൻസൈമിന് ഒരു സൈറ്റ് ഫോർ അറ്റാച്ച്ഡ് സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് അലോസ്റ്ററിക് സൈറ്റ്. അപ്പോൾ ഇൻഹിബിറ്റർ ഇപ്പോൾ ഇവിടെ അറ്റാച്ച് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി സബ്സ്ട്രേറ്റ് സച്ച് ദാറ്റ് ദി സബ്സ്ട്രേറ്റ് ആൻഡ് എൻസൈം കനോട്ട് ബൈൻഡ്. അതാണ് അലോസ്റ്ററിക് റെഗുലേഷൻ. ഓക്കെ, അപ്പം ഓരോ റെഗുലേഷനെ പറ്റി പറയാം. ടോക്ക് അബൌട്ട് എക്സാമ്പിൾ ഓഫ് ഈച്ച്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് എൻസൈം ഇൻഹിബിഷൻ. Next, when you come, you can see same examples, same question has been repeated. Different enzyme inhibition, different types പറയുക, mention significance of enzyme inhibitors. അതായത് whenever overactive സംഭവിക്കുന്നത്, അല്ലെങ്കിൽ so much product is already being produced, or when you want to decrease of the enzyme activity, inhibitors is to be used purposefully. ശരി, നെക്സ്റ്റ് വിറ്റമിൻ. നമ്മൾ വിറ്റമിൻ എ കവർ ചെയ്തു, നമ്മൾ ഡി കവർ ചെയ്തു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിറ്റമിൻ ഇസ് അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വിറ്റമിൻ സി. കമ്പയർഡ് ടു എ ആൻഡ് ഡി അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ ആസ്ക്ഡ് ആമ്പിൾ എമൗണ്ട് ഓഫ് ടൈംസ്. ഓക്കെ, ശരി. അപ്പോൾ ലെറ്റ്സ് ചെക്ക് അബൌട്ട് വൈറ്റമിൻ സി. അപ്പോൾ എന്തൊക്കെ ചോദിച്ചിരിക്കുന്നത്? എഗെയിൻ സോഴ്സ്, RDA, ഫംഗ്ഷൻ, ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻ അല്ലേ. ഓക്കെ, എന്താണ് സോഴ്സസ് വൈറ്റമിൻ? നമുക്കറിയാം സിട്രിക് ആസിഡ്സ് അല്ലേ, സിട്രസ് ആണ്. അതായത് ലൈം, ലെമൺ, ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ്, അതൊക്കെയാണ് സോഴ്സസ് ഓഫ് വൈറ്റമിൻ സി. ആൻഡ് റിക്വയർമെൻറ്റ് വരുന്നെങ്കിലോ ഡെയിലി അലവൻസസ് 75 mg per day. പക്ഷേ പ്രഗ്നൻ്റ് ആണ്, ലാക്ടേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഏജ്ഡ് പീപ്പിൾ ആണെങ്കിൽ ഇറ്റ് ബി 100 mg per day. നമുക്ക് രണ്ട് വാല്യൂ ഉള്ളൂ, 75 and 100. Now, what are the biochemical functions of vitamin C? Reversible oxidation reduction. Redox reactions help ചെയ്യുന്നു ascorbic acid. ഇപ്പോൾ എന്താ, ഹൈഡ്രോക്സിലേഷൻ ഓഫ് പ്രൊലീൻ ലൈസിൻ ഫോർ സിന്തസിസ് ഓഫ് കൊളാജൻ. നമ്മൾ കൊളാജൻ്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോർ ദി ഹൈഡ്രോക്സിലേഷൻ ഓഫ് പ്രൊലീൻ ലൈസിൻ യു റിക്വയർ ദി presence of vitamin C. അതൊരു റോളാണ്. ഇപ്പോൾ എന്താ, ട്രിപ്റ്റോഫൻ മെറ്റബോളിസം. അതായത് ascorbic acid is necessary for the hydroxylation of tryptophan to 5-hydroxytryptophan. എന്നാൽ എന്തുണ്ടാവും, സെറോട്ടോണിൻ ഉണ്ടാവും. a very important compound for the body. നെക്സ്റ്റ് ടൈറോസിൻ. നമ്മൾ നേരത്തെ പഠിച്ച മെറ്റബോളിസിനകത്ത് വൈറ്റമിൻ സി ഇസ് റിക്വയർഡ്. നമ്മൾ പറഞ്ഞു അസ്കോർബിക് ആസിഡ് എഴുതിയിട്ടുണ്ടായി. ദാറ്റ് ഇസ് റിക്വയർഡ് ഫോർ ദി ഓക്സിഡേഷൻ ഓഫ് പാരാഹൈഡ്രോക്സി ഫിനൈൽ പൈറുവേറ്റ് ടു ഹോമോജനസിക് ആസിഡ്. Next, iron metabolism. Ascorbic acid is the one which helps in the increased absorption of iron from intestine. അപ്പോൾ ascorbic acid ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഈ ഫെറിക് ഫോം ഫെറസം which cannot be absorbed. Hemoglobin. For converting methemoglobin is not required by us. Back to hemoglobin, vitamin C is required. Again, folic acid metabolism. Ascorbic acid helps in converting helping the enzyme folate reductase to reduce folic acid to tetrahydrofolic acid. Then only the RBC maturation can occur in the human body. പിന്നെ സ്റ്റിറോയിഡ് സിന്തസിസ്. എഗെയിൻ നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സിൽ വൈറ്റമിൻ സി ഉണ്ട് വിച്ച് ഹെൽപ്സ് ഇൻ സ്റ്റിറോയിഡ് സിന്തസിസ്. ഫാഗോസൈറ്റോസിസ്. എഗെയിൻ ഇമ്മ്യൂണിറ്റിയിൽ ദ ascorbic acid has a role. അതായത് ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ് ഇൻ ദി സ്റ്റിമുലേറ്റിംഗ് ദ ഫാഗോസൈറ്റിക് ആക്ഷൻ ഓഫ് ല്യൂക്കോസൈറ്റ്സ്, ഹെൽപ്പിംഗ് ദ ഫോർമേഷൻ ഓഫ് ആൻറ്റിബോഡീസ്, നമ്മുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് വൈറ്റമിൻ ഇ പോലെ, ആൻഡ് ഇറ്റ് ഹെൽപ്സ് സ്കാവെഞ്ച് യുവർ ഫ്രീ റാഡിക്കൽസ്. ആൻഡ് ഫൈനലി കാറ്ററാക്ട്. വൈറ്റമിൻ സി is concentrated in the eye lens and thus it helps reduce the risk of cataract formation in your old age people. അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ എ. ഇനിയിപ്പോൾ ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻ എന്താ, നമ്മൾ എപ്പോഴും അറിയാവുന്ന സ്കർവി അല്ലേ. ഗ്രോസ് ഡെഫിഷ്യൻസി ക്യാൻ റിസൾട്ട് ഇൻ സ്കർവി. ഒരു മിനിറ്റ്. ഓക്കെ, സ്കർവി റൈറ്റ്. പിന്നെന്താ, ഇൻഫൻറ്റൽ സ്കർവി, അതായത് ബാർലോ ഡിസീസ്. അതായത് ഇൻഫൻസിലാണ് വരുന്നതെങ്കിൽ ഇറ്റ് ഇസ് യൂഷ്വലി കോൾഡ് എസ് ഇൻഫൻറ്റൽ സ്കർവി അല്ലെങ്കിൽ ബാർലോസ് ഡിസീസ്. റൈറ്റ്. അപ്പോൾ ദിസ് ഗിവ്സ് ടു ദി എന്താ പറയുക ഡെഫിഷ്യൻസി മാനിഫെസ്റ്റ്. അത് കുറച്ച് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹെമറേജ് ടെൻഡൻസി, അതായത് ബ്ലീഡിങ് എന്താ പറയുക ടെൻഡൻസി കൂടുന്നു ഇൻ കേസ് വൈറ്റമിൻസ് ഇസ് നോട്ട് ദർ ബിക്കോസ് കൊളാജൻസ് ഗെറ്റ്സ് അബ് നോർമൽ. വൂണ്ട് ഹീലിംഗ് കുറയുന്നു. അപ്പോൾ ഇറ്റ്സ് ഡിഫറെൻറ്റ് ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻസ് ഓഫ് വൈറ്റമിൻ സി. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് പോകാൻ ഓർക്കുക. ഓക്കെ, ശരി. നെക്സ്റ്റ് എഗെയിൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ, ഗ്ലൈക്കോജൻ സിന്തസിസ് ആൻഡ് ഹൗ ഇസ് ഇറ്റ് റെഗുലേറ്റഡ്. അപ്പോൾ എഗെയിൻ അതും പഠിച്ചിട്ട് പോകാൻ ഓർക്കുക. ഫൈൻ. Next we have a critical scenario.
അതായത് 45-year-old bank manager visits the OPD with increased frequency of urination, polyuria, increased thirst, polydipsia, increased hunger, polyphagia. He also gives the history of weight loss, and on examination there were no significant findings. പക്ഷേ RBG നോക്കിയപ്പോൾ 316 ആണ് കിട്ടിയത് instead of normal 70 to 140, and there was urine sugar which is supposed to be nil. What diagnosis? നമുക്കറിയാം polyuria, polydipsia, polyphagia ആണെങ്കിൽ nothing but diabetes mellitus അല്ലേ, diabetes mellitus. അപ്പോൾ അതാണ് പേഷ്യൻറ്റിൻ്റെ പ്രസൻറ്റിങ് കംപ്ലയിൻറ്റ്. Now, methods for estimation of glucose, നമ്മൾ പറഞ്ഞു OGTT ചെയ്യാം, അല്ലെങ്കിൽ എൻസൈമാറ്റിക് അനാലിസിസ് ചെയ്യാം, അതിനെപ്പറ്റി എഴുതുക. What are the WHO criteria for diagnosing this patient? എന്താണ് WHO criteria? നേരത്തെ പറഞ്ഞ ടേബിൾ ഉണ്ടായിരുന്നല്ലോ. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് യു കൻ ഹാവ് ഡയബറ്റിക്, പ്രീ ഡയബറ്റിക് ആൻഡ് നോർമൽ ലെവൽസ്. ആ ടേബിൾ വരച്ച് വയ്ക്കുക. ആൻഡ് വൈ ഇസ് യൂറിൻ ഷുഗർ പോസിറ്റീവ്? കാരണം പോളിയൂറിയ, പോളിഡിപ്സിയ, പോളിഫേജ് പറഞ്ഞല്ലോ. അപ്പോൾ ബിക്കോസ് ഓഫ് increased amount of glucose in your blood, that will happen onto urine, resulting in urine becoming glucose positive. And finally, factors regulating blood glucose. നേരത്തെ പറഞ്ഞ അതേ പോർഷൻ തന്നെയാണ്, regulation of blood glucose. Okay, next again repeated question on IUMB classification. Remember, table വരയ്ക്കുക, ക്ലാസിനെ പറ്റി എഴുതുക, നെയിം ഓഫ് ദി എൻസൈം എഴുതുക, ഫംഗ്ഷൻ എഴുതുക, രണ്ട് എക്സാമ്പിൾസ് എഴുതുക. ഓക്കെ, ഇത്രയും കവർ ചെയ്ത് പോവുക. എന്തൊക്കെ എഴുതണ്ടേ? ക്ലാസ് എഴുതുക, നെയിം എഴുതുക, ഫംഗ്ഷൻ എഴുതുക, എക്സാമ്പിൾസ് എഴുതുക. ടേബിൾ ഫോമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് യുവർ മാർക്സ് വെരി ഈസിലി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് ഇട്ടോണേ. Again, repeat question. Name the aromatic acids, metabolism, tyrosine and its residues. പിന്നെ phenylalanine, tyrosine, metabolism വരെ ചോദിച്ചിരിക്കുന്നത് അല്ലേ? Again, repeat question. അപ്പോൾ remember, more amount of repeated the question is, more important the question is. Okay? ശരി. Again, we have a question of diabetes mellitus. Same thing, increase appetite, thirst and micturition ആണ്. 346 ആണ്. Same questions have been set. Okay? Renal threshold ആണ്. Remember, it is 180 mg per deciliter. സെപ്പറേറ്റ് 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുക അവർക്ക്. ബാക്കിയെല്ലാം സെയിം ക്വസ്റ്റൻ ആണ്. എഗെയിൻ ബീറ്റാ ഓക്സിഡേഷൻ, ഇറ്റ് ഹാസ് ബീൻ റിപ്പീറ്റ് ഫോർ ഓൾമോസ്റ്റ് 7th ടൈം. അപ്പോൾ റിമെമ്പർ, ബയോകെമിസ്ട്രി പേപ്പർ 1 ആണെങ്കിൽ ബീറ്റാ ഓക്സിഡേഷൻ വേണം നിങ്ങൾ ആദ്യം നോക്കിയിട്ട് പോകാൻ, വിത്തൗട്ട് ഫെയിൽ. ഡൺ. എഗെയിൻ കീടോൺ ബോഡീസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സ്റ്റാർവേഷൻ, ഡയബറ്റീസ് മെൽലിറ്റസ് ചോദിച്ചു. വി ഓൾ ടോക്ട് അബൌട്ട് ഇറ്റ്. നോ, ഇൻ കീറ്റോസിൻ്റെ കോസസിൽ വാട്ട് ഇസ് സ്റ്റാർവേഷൻ, ഡയബറ്റീസ് മെൽലിറ്റസിൻ്റെ സിറ്റുവേഷൻ, അത് പിന്നെ എഴുതി വയ്ക്കുക ഇവിടെ. Okay, now we have the another clinical scenario. You can see mother noticed that her child does not attain milestones for age and there is hypopigmentation mousy order. This is a characteristic finding of nothing but your PKU, phenylketonuria. അപ്പോൾ name the amino acid involved, phenylalanine. What's the diagnosis? PKU. പിന്നെയും same question, metabolism of phenylalanine, lab investigation and specialized compounds formed from it. Part 2 of the essay ആയിരുന്നു define enzyme, factors affecting enzyme and the enzyme inhibition അല്ലെങ്കിൽ regulation. അപ്പം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. റിമെമ്പർ, ഹൈപ്പർപിഗ്മെൻറ്റേഷനും മൗസി ഓർഡർ വന്നുകൊണ്ടാണ് എന്ത് പറ്റിയത്, അത് PKU ആയത്. ഓക്കെ, ശരി. ഇവിടെ അഡീഷൻ ചോദിച്ചത് ലാബ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ലാബ് ഇൻവെസ്റ്റിഗേഷൻ നത്തിങ് ബട്ട് ചെക്ക് ബ്ലഡ് phenylalanine level, GU3 ടെസ്റ്റ് ക്യാൻ ബി ഡൺ, ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ് ക്യാൻ ബി ഡൺ ആൻഡ് DNA probes ക്യാൻ ബി യൂട്ടിലൈസ്ഡ്. ശരി, ഓക്കെ. ഇവിടെ ഒരു ഫ്രീക്വൻ്റ്ലി ആസ്ഡ് എസ്സേ ക്വസ്റ്റ്യൻ ആണ് അബൌട്ട് 35-year-old ഫീമെയിൽ ഹൗസ് വൈഫ് ആണ്. പ്രസൻറ്റ് ഇൻ ദ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സസീവ് വീക്ക്നെസ്, ബ്രെത്ത്ലെസ്നെസ് ആൻഡ് പാൽപിറ്റേഷൻ സിൻസ് 3 months. ദ catching point we noted here is she is having excessive menstrual bleeding. അതായത് എന്ത്, ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ട്. ഇഫ് യു റിമെമ്പർ ദ ഫിസിയോളജി പാർട്ട്, ബ്ലഡ് ലോസ് വരുമ്പോഴത്തേക്കും യൂഷ്വലി വിമനിന് വരുന്ന കണ്ടീഷനാണ് IDA, iron deficiency anemia, and as you can see her blood hemoglobin is 7 gram per deciliter. So what's the probable diagnosis? It's nothing but IDA. So the question starts to iron. Ironന്റെ എന്താ പറയുക സബ് ക്വസ്റ്റൻ ആണ് ബാക്കി ചോദിച്ചിരിക്കുന്നത്. സോ അയണിനെ പറ്റി പറയുകയാണെങ്കിൽ what do you know about iron? Iron daily requirement is, daily allowance for iron for an adult is 20 milligram of iron അല്ലേ, about which only 1 to 2 milligram is being absorbed. സോഴ്സ് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പച്ചക്കറി, അതായത് പച്ച ഇലവർഗ്ഗങ്ങൾ, ലീഫി വെജിറ്റബിൾസ്, ജാഗറി, ലിവർ, കുക്കിംഗ് ഇൻ അയൺ യൂട്ടൻസിൽസ് എക്സെട്ര ആർ ഗുഡ് സോഴ്സസ് ഓഫ് അയൺ. ആൻഡ് അബ്സോർപ്ഷൻ ചോദിക്കുന്നെങ്കിൽ ദിസ് ഇസ് എ സെപ്പറേറ്റ് 4 mark question. റിമെമ്പർ ഇറ്റ് സെപ്പറേറ്റ് 4 mark question. ഇറ്റ്സ് നത്തിങ് ബട്ട് മ്യൂക്കോസൽ ബ്ലോക്ക് തിയറി. Mucosal block theory ആണ്, right? But here what happens, you are having ferric in the blood getting ഇത് intestinal cell ആണ്.
അപ്പോൾ ferric in the blood with the help of DMT, that's divalent metal transporter, ferricite, it enters into your intestinal mucosa. ആ ferrous പിന്നെ ferric ആയിട്ട് it gets joined ferritin and gets stored there. When we want to use it, അത് പിന്നെയും Fe2+ ആയിട്ട് ferroportin വഴി it comes out and transfer will be transferring it to different parts of the body. Mucosal block theory ഈ പടവും സ്റ്റെപ്പ് ഇൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം. ഓക്കെ, പിന്നെ when they ask usually it's about IDA നെ പറ്റി പറയുകയാണെങ്കിൽ what are the എന്താ പറയുക blood picture of iodine യൂഷ്വലി ചോദിക്കാറ്. blood picture of iodine is nothing but microcytic hypochromic anemia. നമ്മൾ പത്തോളജി പഠിക്കുന്ന blood picture വരച്ച് വെക്കാം, നിങ്ങൾക്ക് അതാണ്ട് ഈ പെരിഫറൽസ് മീത് വരച്ച് വെക്കാം. യു ആർ hypochromic microcytic anemia, അതായത് കളറും കുറഞ്ഞിരിക്കുന്നു, സൈസും കുറഞ്ഞിരിക്കുന്നു. റൈറ്റ്. ആൻഡ് ലാബ് ഇൻവെസ്റ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ ചെക്ക് സെറം അയൺ ലെവൽ, ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ്. ടോട്ടൽ അയൺ ബൈൻഡിംഗ് കപ്പാസിറ്റി, ഇറ്റ് വിൽ ബി എലിവേറ്റഡ് ഇൻ കേസ് ഓഫ് IDA. ആൻഡ് ഇഫ് ഇറ്റ് ട്രാൻസ്ഫറൻ ലെവൽ, ഇറ്റ് വിൽ ബി മെയ്ഡ് ഇൻ ടു, you can see because of advantages STR levels much alteration ഉണ്ടാവാറില്ല, but in IDA it is going to be increased. Okay, treatment വേണമെങ്കിൽ just give iron supplements along with folic acids. Done. ശരി, അടുത്ത ക്വസ്റ്റിലേക്ക് ചോദിക്കുമ്പോഴത്തേക്കും we have again vitamin D being അല്ല, here you are having again beta oxidation പിന്നെ റിപ്പീറ്റ് ആയിട്ടുണ്ട്, vitamin D പിന്നെ റിപ്പീറ്റ് ആയിട്ടുണ്ട്. അപ്പം again focus on those two. Here also you are again having the condition of clinical scenario. പക്ഷേ ഇവിടെ എന്താ കൊളസ്ട്രോളിനെ പറ്റി ചോദിച്ചിരിക്കുന്നത് അല്ലേ, ദാറ്റ് ഇസ് ഫാസ്റ്റ് ബ്ലഡ് ഗ്ലൂക്കോസ് കൂടിയിട്ടുണ്ട്, പക്ഷേ പ്രോമിനൻറ്റ് ഇൻക്രീസസ് ഇൻ യുവർ കൊളസ്ട്രോൾ ലെവൽ, ട്രൈഗ്ലിസറൈഡ് ലെവൽ, HDL decrease and LDL level. This is nothing but your atherosclerosis being asked. Atherosclerosis and probable diagnosis. Causes എന്തൊക്കെയായിരിക്കും? ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ്, കൺസപ്ഷൻ ഓഫ് ഫാറ്റി ഫുഡ് ഒക്കെ ആയിരിക്കും കോസസ്. Okay, describe chylomicron metabolism ചോദിച്ചിട്ടുണ്ട് and describe hyperlipidemia. And here as you can see option B is again beta oxidation. Okay, അപ്പോൾ chylomicron ചോദിക്കുന്നെങ്കിൽ you need to know about the chylomicron metabolism. അതായത് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ചൈലോമൈക്രോണിൻ്റെ 3 ഹെഡിങ് ആയിട്ടുണ്ട്, അത് സിന്തസിസ്, ട്രാൻസ്പോർട്ട് ടു ബ്ലഡ് ആൻഡ് യൂട്ടിലൈസേഷൻ. ആ 3 ഹെഡിങ് അതേപടി കവർ ചെയ്യുക. ആൻഡ് ടോട്ട് ഡയഗ്രം ഓൾസോ ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ഫോർ ഇറ്റ്. ഓക്കെ, ശരി. നെക്സ്റ്റ് യു ആർ ഹാവിങ് ക്ലിനിക്കൽ സിനാരിയോ. നമുക്ക് വളരെ ഫാമിലർ ആയ ഒരു ഡിസീസാണ്. ദാറ്റ് ഇസ് 2-year-old child present with complaint of on and off vomiting and lethargy. The child has a massive liver enlargement. ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനിൽ ഷുഗർ കുറഞ്ഞിട്ടുണ്ട്, യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ട്, ലാക്ടിക് ആസിഡ് കൂടിയിട്ടുണ്ട്, കൊളസ്ട്രോളും കൂടിയിട്ടുണ്ട്. സോ വാട്ട്സ് ഡയഗ്നോസിസ്? ദിസ് ഇസ് എ ഗ്ലൈക്കോസിസ് ഡിസീസ് കോൾഡ് ആസ് വോൺ ജെർക്സ് ഡിസീസ്. ഓക്കെ, സോ നെയിം ദ അതർ ഗ്ലൈക്കോസിസ് ഡിസീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, പോംപേസും ഹേഴ്സ് ഡിസീസും. മെറ്റബോളിസം ഗ്ലൈക്കോജൻ നമ്മൾ നോക്കി, ഹോർമോൺ റെഗുലേഷൻ നോക്കി, എൻസൈം ക്ലാസിഫിക്കേഷൻ നോക്കി. അപ്പോൾ ആകെ അറിയേണ്ടത് വോൺ ജെർക്കിൻ്റെ എന്താ പറയുക ക്ലിനിക്കൽ സിനാരിയോ ആണല്ലേ. വാട്ട്സ് എ ക്ലിനിക്കൽ സിനാരിയോ ഓഫ് വോൺ ജെർക്സ്? ഇതാണ്ടോ, വോൺ ജെർക്സ് ടൈപ്പ് 1 ആണ്. എൻസൈം ഡെഫിഷ്യൻസി ഗ്ലൂക്കോസ് 6 ഫോസ്ഫറ്റേസ്. അതുകൊണ്ടാണ് യു ഹാവ് ഫാസ്റ്റിംഗ് ഹൈപ്പോഗ്ലൈസിമിക്. അതുകൊണ്ടാണ് കുട്ടിക്ക് എന്ത് പറ്റിയത്? ഗ്ലൂക്കോസ് കുറഞ്ഞ് കണ്ടത്. ഓക്കെ, ദെൻ ഹൈപ്പർ ലിപ്പിഡിയമി ആയിരുന്നു, അതുകൊണ്ടാണ് കൊളസ്ട്രോൾ കൂടി കണ്ടത്. ലാക്ടിക് ആസിഡോസിസ് കാരണമാണ് ലാക്ടിക് ആസിഡ് കൂടി കണ്ടത്. ആൻഡ് യു ആർ സീയിങ് യൂറിക് ആസിഡ് ബീങ് എലിവേറ്റഡ് ബൈ ബിക്കോസ് ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് നൗ കനോട്ട് ബി ബ്രോക്കൺ ഡൗൺ ബിക്കോസ് എൻസൈം ഡെഫിഷ്യൻ അല്ലേ. അപ്പോൾ അത് HMB പാത്വേ പോയിട്ട് എന്തുണ്ടാവും? റൈബോസിനെ ഉണ്ടാക്കും, പ്യൂർ ന്യൂക്ലിയോടൈഡ്സിനെ ഉണ്ടാക്കും. ഈ പ്യൂർ ന്യൂക്ലിയോടൈഡ്സിൻ്റെ എൻ പ്രൊഡക്റ്റാണ് ആര്? യൂറിക് ആസിഡ്. അപ്പോൾ എന്ത് പറ്റി? യൂറിക് ആസിഡ് കൂടി അല്ലേ. ഒരു ഡൗട്ട് ഉണ്ട്, ഗ്ലൈക്കോസിസ് ഡിസീസ് എല്ലാം പഠിക്കണം വേണ്ട, ഈ വോൺ ജെർക്സ് ഡിസീസ് മാത്രം ഡീറ്റെയിൽ പഠിക്കുക. ബാക്കി 2 എണ്ണം, അതായത് ഏതെങ്കിലും 2 എണ്ണം എൻസൈമിൻ്റെ പേരും പഠിക്കുക, ഡിസീസിൻ്റെ പേരും പഠിക്കുക, ഇത്രയും മതി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് മാത്രം നോക്കിയാൽ മതി. അതായത് ഗ്ലൈക്കോസിസ് ഡിസീസിൽ ഡീറ്റെയിൽഡ് വോൺ ജെർക്ക് മാത്രം നോക്കിയാൽ മതി. ക്ലിനിക്കൽ സിനാരിയോ യൂഷ്വലി അതാ ചോദിക്കാറ്. ഇനി ഇപ്പോൾ 1 മാർക്കിനെ യൂഷ്വലി ചോദിക്കുന്നെങ്കിൽ ദേ വുഡ് ആസ്ക് write about 2 glycosyl diseases and the enzyme deficient. അപ്പോൾ അവിടെ ഓർക്കേണ്ടത് യു ക്യാൻ ഡോൺ ഔട്ട് എനി 2. ഞാൻ അപ്പോൾ നേരത്തെ പറഞ്ഞത് പോംപീസും ഹേഴ്സും ആയിരുന്നു, കാരണം അതിൻ്റെ എൻസൈംസ് കുറച്ച് എളുപ്പമായിരുന്നു പഠിക്കാൻ. വിച്ച് എവർ കംഫർട്ടബിൾ ഫോർ യു, ആ എൻസൈം ഡെഫിഷ്യൻറ്റും പഠിക്കുക, ഡിസീസിൻ്റെ പേരും പഠിക്കുക, അത്രയും മതി. പക്ഷേ വോൺ ജെർക്ക് ഡീറ്റെയിൽ പഠിക്കണം. ശരി, ഓക്കെ. അഗെയിൻ നമ്മുടെ പാർട്ട് 2 ഇസ് വൈറ്റമിൻ ഡി. ശരി, സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദി essay questions ഓഫ് ബയോകെമിസ്ട്രി. അപ്പം പേപ്പർ 1 യൂഷ്വലി ഇത്ര essay questions ആണ് വരാറ്. ആൻഡ് ആസ് യു സോ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക വന്ന ക്വസ്റ്റൻ എന്തായിരുന്നു? ബീറ്റ ഓക്സിഡേഷൻ ആണ് ഏറ്റവും കൂടുതൽ വന്നത് അല്ലേ. സോ ദിസ് ആർ നെവർ സ്കിപ്പ് ടോപ്പിക്സ് ഓഫ് ബയോകെമിസ്ട്രി പേപ്പർ 1. ബീറ്റ ഓക്സിഡേഷൻ നോക്കുക, വൈറ്റമിൻ ഡി നോക്കുക, പിന്നെ എ നോക്കുക, പിന്നെ സി നോക്കുക, ഫിനൈലലൈൻ ടൈറോസിൻ നോക്കുക, ഗ്ലൂക്കോസ് ആൻഡ് ഗ്ലൈക്കോജൻ മെറ്റബോളിസം നോക്കുക, ലാസ്റ്റ് യൂറിയ സൈക്കിൾ നോക്കുക. അപ്പോൾ ഇത് ഇത്രയും
സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഇത്രയും തറവാക്കിയിട്ട് മാത്രം നിങ്ങൾ ബാക്കി ടോപ്പിക്സിലേക്ക് പോവുക. ഓക്കെ, സോ ഹോപ്പ് ദ ക്ലാസ് ഇൻഫോർമേറ്റീവ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് ചോദിച്ചോ, അല്ലെങ്കിൽ ക്ലാസ് അവസാനിപ്പിക്കാം. Thank you so much. All the best for your university exams. Thank you.